പ്രൈസ് ദി ലോർഡ്. കർത്താവിന് സ്തോത്രം. ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ഇപ്രകാരം ഈ വിശുദ്ധ ദിവസത്തിൻ്റെ രാവിലെ കൂടി വരുവാൻ കർത്താവ് ഇടയാക്കിയതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നമുക്കായി അനുവദിക്കുന്ന എല്ലാ നല്ല സമയങ്ങൾക്കുമായിട്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയായി തീരട്ടെ. കർത്താവ് കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ നമ്മെ അത്ഭുതമായി തൻ്റെ വിരിക്കപ്പെട്ട ചിറകിൻ്റെ മറവിൽ മറയ്ക്കുകയും സൂക്ഷിക്കുകയും ചെയ്തല്ലോ. ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും നമുക്ക് ദൈവത്തോട് नंदी പറയാം. प्रभु ने हमारा जिंदगी में एक और अवसर दिया. इस प्रकार परमेश्वर का चरणों पर इस पवित्र दिन आकर प्रभु की स्तुति और महिमा करने के लिए बीते हुआ हफ्ते के हर एक समय परमेश्वर का दया और कृपा महसूस किया. हम मिलकर परमेश्वर का चरणों पर प्रार्थना करें. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ നല്ല ഈ രാവിലേക്കായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ഞങ്ങളുടെ ആയുസ്സിൽ കർത്താവ് ഒരു ദിവസം കൂടെ ഇപ്രകാരം ദാനം ചെയ്തു. കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ അങ്ങയുടെ വിരിക്കപ്പെട്ട ചിറകിൻ്റെ മറവിൽ ഞങ്ങളെ ഭദ്രമായി പരിപാലിച്ചു. ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഞങ്ങൾക്ക് വേണ്ട എല്ലാ നന്മകളും നൽകി ഞങ്ങളെ ആദരിച്ചല്ലോ. കർത്താവ് ഞങ്ങളെ നടത്തിയ എല്ലാ വഴികൾക്കായി സ്തോത്രം. അങ്ങ് ഞങ്ങളെ സൂക്ഷിച്ച വിധങ്ങൾക്കായി സ്തോത്രം. വലിയ അനർത്ഥങ്ങളും പ്രതിസന്ധികളും ഭാരമേറിയ അനുഭവങ്ങളും കർത്താവെ ഞങ്ങളുടെ ദേശമെമ്പാടും നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ ദൈവം ഞങ്ങളെ ആമേൻ ഒരാഴ്ച കൂടെ ജീവിക്കുവാൻ അനുവദിച്ചല്ലോ. കർത്താവ് ഈ രാവിലെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ കടന്നു വന്ന് അങ്ങയെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ അങ്ങയുടെ തിരുസാന്നിധ്യം അനുഭവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവ് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിൻ്റെ കൃപ അനുഭവിപ്പാൻ എല്ലാവരെയും ഇടയാക്കണമേ. ഇന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ നയിക്കണമേ. കർത്താവെ, ഞങ്ങൾക്കങ്ങയെ പാടി മഹത്വപ്പെടുത്തുവാൻ, ഇത് വിഷയങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ, അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ ഒക്കെ ഞങ്ങളെ സഹായിച്ചാട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാൾ തോറും ഞങ്ങളെ കരുതുന്ന, ഞങ്ങളെ ഓർക്കുന്ന, ഞങ്ങൾക്കായി പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ മഹാദയയ്ക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വരവിനോട് ഞങ്ങൾ അടുത്തിരിക്കുകയാൽ ഞങ്ങളുടെ പ്രത്യാശയെ പുതുക്കി ദൈവകൃപയിൽ ഞങ്ങളെ തന്നെ ഒരുക്കുവാൻ ഓരോ ദിവസവും ഇടയാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നത് ആരാധന അതിന് മുഖാന്തരമായി വീണ്ടും തീരേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ നല്ല ദാനങ്ങൾക്കും നന്മകൾക്കുമായിട്ട് സ്തോത്രം. അങ്ങയുടെ പുണ്യാഹരിക്തത്താൽ ഒന്നുകൂടെ ഞങ്ങളെ കഴുകണമേ. തിരുസാന്നിധ്യത്തിൻ്റെ മറവിൽ ഞങ്ങളെ മറയ്ക്കണമേ. എല്ലാ പുകഴ്ചയും ബഹുമാനവും അങ്ങയ്ക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. യേശുവിൻ്റെ വലിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ പിതാവേ. കർത്താവിന്റെ പരിശുദ്ധമായ നാമം ഈ പകൽക്കാലം വീണ്ടും വാഴ്ചപ്പെടുമാറാകട്ടെ. परमेश्वर के पवित्र नाम की महिमा हो. അനുഗ്രഹീതമായ ഒരു ദിവസം കൂടെ നമ്മുടെ കർത്താവ് നമുക്ക് ദാനം ചെയ്തല്ലോ. आशीष भरा एक और दिन जो है परमेश्वर ने हमें दान दिया है. ഈ ദിനങ്ങളൊക്കെയും കർത്താവിന്റെ കൃപ നമുക്ക് അനുഭവിപ്പാൻ ഇടയായി തീർന്നു. और इन दिनों में भी परमेश्वर की बड़ी कृपा हम सब ने महसूस किया है. നമ്മെ ഭദ്രമായി പരിപാലിച്ച ദൈവത്തിന് നമുക്കൊരു ഒന്ന് ചേർന്ന് മഹത്വവും സ്തുതിയും കരയേറ്റുവാൻ ഈ പകൽക്കാലവും ഇടയായി തീരട്ടെ. परमेश्वर ने हमें अच्छी तरह से संभाला है और उसकी स्तुति महिमा ये जो सुबह का समय है आज भी हम करते रहे. വിശുദ്ധ ആരാധനയിൽ പങ്കുചേരുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും കർത്താവിൽ വന്ദനം ചെയ്യുന്നു. ये पवित्र आराधना में भाग लेने वाले सारे भाई बहनों को वंदन करता हूँ. അവരവരായിരിക്കുന്ന ഇടങ്ങളിൽ ഭവനങ്ങളിൽ ആമേനൊക്കെ ആയിരുന്നു കൊണ്ട് നമുക്കൊന്നു ചേർന്ന് കർത്താവിനെ ആരാധിപ്പാനും സ്തുതിപ്പാനും ഈ പകൽക്കാലം വീണ്ടും ഇടയായി തീരട്ടെ. हम जो भी भिन्न भिन्न स्थानों में वहाँ पर भी बैठ के हम परमेश्वर की स्तुति करते रहे. നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യ പദവിയാണല്ലോ കർത്താവിനെ ആരാധിക്കുക, കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുക എന്നുള്ളത്. हमारे जीवन में एकदम अच्छा भाग्य का मौका मिला है करके परमेश्वर की आराधना करें, उसकी स्तुति करें. അവന്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കുവാൻ നമുക്കിടയായി തീരട്ടെ. और उसकी नाम की वैसे ही महिमा भी करें. ഏക ഹൃദയത്തോടെ നമുക്ക് കർത്താവിനെ പാട്ടുകൾ പാടി ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യാം. തുടർന്നുള്ള ചില സമയങ്ങൾ അതിനായിട്ട് നാം വേർതിരിക്കുന്നു. പാട്ടുകൾ ലീഡ് ചെയ്യുവാനായി കൊയറിനെ ക്ഷണിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരുമിച്ച് കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്തുകയും ആരാധിക്കുകയും ചെയ്യാം. एक मन के साथ ही हम परमेश्वर की आराधना करें, उसकी स्तुति करेंगे. आगे आराधना लीड करने कोयर टीम के लिए आगे बुलाता हूँ. प्रेज लॉर्ड. परमेश्वर के नाम की महिमा हो. और एक बार ऐसे परमेश्वर को स्तुति और आराधना करने का मौका हमारे ज़िंदगी में दिया, इसलिए हम परमेश्वर को स्तुति करेंगे. पिछले एक हफ्ता पूरा उन्होंने हमें संभाला, हम जहाँ भी थे हमारा ख्याल रखा. वो सबको याद करके धन्यवाद के साथ हम गीत गाकर परमेश्वर की स्तुति करेंगे. आमीन. സ്തുതികളിന്മേൽ വസിക്കുന്നവനെ സർവമഹത്വത്തിൻ യഹോവയെ, സ്തുതികളിന്മേൽ വസിക്കുന്നവനെ സർവമഹത്വത്തിൻ
എനിക്കെന്നും കീർത്തനം. പരദേശിയായി ഞാൻ പാർക്കുന്ന വീട്ടിൽ നിന്റെ മൊഴികൾ എനിക്കെന്നും കീർത്തനം. എന്റെ ആശ്രയം നിന്നിലെന്നുമുള്ളതാൽ ക്ലേശങ്ങൾ മറന്നു ഞാൻ വിരുദിനായി ഓടുന്നു. എന്റെ ആശ്രയം നിന്നിലെന്നുമുള്ളതാൽ ക്ലേശങ്ങൾ മറന്നു ഞാൻ വിരുദിനായി ഓടുന്നു. സ്തുതികളിന്മേൽ വസിക്കുന്നവനെ സർവമഹത്വത്തിന്റെ യഹോവയെ. സ്തുതികളിന്മേൽ വസിക്കുന്നവനെ സർവമഹത്വത്തിന്റെ യഹോവയെ. കണ്ണുനീർ കാണുമ്പോൾ മനസ്സലിയുന്ന കരുണയിൻ കണ്ണുള്ള കാരുണ്യവാരിതേ. കണ്ണുനീർ കാണുമ്പോൾ മനസ്സലിയുന്ന കരുണയിൻ കണ്ണുള്ള കാരുണ്യവാരിതേ. എന്റെ ദൈവവും ശാശ്വത പാറയുമേ, നിന്നിൽ ഞാൻ മറയുന്നു ശാശ്വത രക്ഷയ്ക്കായി. എന്റെ ദൈവവും ശാശ്വത പാറയുമേ, നിന്നിൽ ഞാൻ മറയുന്നു ശാശ്വത രക്ഷയ്ക്കായി. സ്തുതികളിന്മേൽ വസിക്കുന്നവനെ സർവമഹത്വത്തിന്റെ യഹോവയെ. സ്തുതികളിന്മേൽ വസിക്കുന്നവനെ സർവമഹത്വത്തിന്റെ യഹോവയെ. പ്രലോഭനങ്ങളും പ്രതികൂല കാറ്റുകളും വിശ്വാസ ജീവിതത്തിൽ ആഞ്ഞടിച്ചിടുമ്പോൾ, പ്രലോഭനങ്ങളും പ്രതികൂല കാറ്റുകളും വിശ്വാസ ജീവിതത്തിൽ ആഞ്ഞടിച്ചിടുമ്പോൾ, വിശ്വാസനായക നിന്നിൽ മാത്രം നോക്കി ഞാൻ വിശ്രമമില്ലാതെ വിരുദിനായി ഓടുന്നു. വിശ്വാസനായക നിന്നിൽ മാത്രം നോക്കി ഞാൻ വിശ്രമമില്ലാതെ വിരുദിനായി ഓടുന്നു. സ്തുതികളിന്മേൽ വസിക്കുന്നവനെ സർവമഹത്വത്തിന്റെ യഹോവയെ. സ്തുതികളിന്മേൽ വസിക്കുന്നവനെ സർവമഹത്വത്തിന്റെ യഹോവയെ. പാടുമേ നിന്റെ ദിനവും പാരിടത്തിൽ എൻ യാത്രയതിൽ. പാടുമേ നിന്റെ ദിനവും പാരിടത്തിൽ എൻ യാത്രയതിൽ. സ്തുതികളിന്മേൽ വസിക്കുന്നവനെ സർവമഹത്വത്തിന്റെ യഹോവയെ. സ്തുതികളിന്മേൽ വസിക്കുന്നവനെ സർവമഹത്വത്തിന്റെ യഹോവയെ. നടത്തിയിടുന്നു ദൈവം എന്നെ നടത്തിയിടുന്നു, നാൾതോറും തൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു. നാൾതോറും തൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു. നടത്തിയിടുന്നു ദൈവം എന്നെ നടത്തിയിടുന്നു, നാൾതോറും തൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു. നാൾതോറും തൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു. ഭൗമിക നാളുകൾ തീരും വരെ ഭദ്രമായി പാലിക്കും പരമനെന്നെ. ഭൗമിക നാളുകൾ തീരും വരെ ഭദ്രമായി പാലിക്കും പരമനെന്നെ. ഭാരമില്ലാത്തിലും ഭീതിയില്ല, ഭാവിയെല്ലാം അവൻ കരുതിക്കൊള്ളും. ഭാരമില്ലാത്തിലും ഭീതിയില്ല, ഭാവിയെല്ലാം അവൻ കരുതിക്കൊള്ളും. നടത്തിയിടുന്നു ദൈവം എന്നെ നടത്തിയിടുന്നു, നാൾതോറും തൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു. നാൾതോറും തൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു. കൂരിരുൾ തിങ്ങിടും പാതകളിൽ കൂട്ടുകാർ വേട്ടുപോം വേളകളിൽ. കൂരിരുൾ തിങ്ങിടും പാതകളിൽ കൂട്ടുകാർ വേട്ടുപോം വേളകളിൽ. കൂട്ടിനവൻ എന്റെ കൂടെ വരും,
ദൈവം എന്നെ നടത്തിയിടുന്നു. നാൾതോറും തൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു. നാൾതോറും തൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു. ആരിലും എൻ മനോഭാരങ്ങളെ അറിയുന്ന വല്ലവരുണ്ടെനിക്ക്. ആരിലും എൻ മനോഭാരങ്ങളെ അറിയുന്ന വല്ലവരുണ്ടെനിക്ക്. ആകുലത്തിൽ എന്റെ വ്യാകുലത്തിൽ ആശ്വാസം അവൻ എനിക്ക് നേടുന്നു. ആകുലത്തിൽ എന്റെ വ്യാകുലത്തിൽ ആശ്വാസം അവൻ എനിക്ക് നേടുന്നു. നടത്തിയിടുന്നു ദൈവം എന്നെ നടത്തിയിടുന്നു. നാൾതോറും തൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു. നാൾതോറും തൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു. ശോധനയാലുള്ള തകർന്നീടിലും വേദനയാൽ കണ്ണൽ നിറഞ്ഞിടിലും. ശോധനയാലുള്ള തകർന്നീടിലും വേദനയാൽ കണ്ണൽ നിറഞ്ഞിടിലും. ആനന്ദമാ പരമാനന്ദമാ ആനന്ദ സന്തോഷത്തിൻ ജീവിതമാ. ആനന്ദമായി പരമാനന്ദമാ പരമ സന്തോഷത്തിൻ ജീവിതമാ. നടത്തിയിടുന്നു ദൈവം എന്നെ നടത്തിയിടുന്നു. നാൾതോറും തൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു. നാൾതോറും തൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു. ഭൗമിക നാളുകൾ തീരും വരെ ഭദ്രമായി പാലിക്കും പരമനെന്നെ. ഭൗമിക നാളുകൾ തീരും വരെ ഭദ്രമായി പാലിക്കും പരമനെന്നെ. ഭാരമില്ല തെല്ലും ഭീതിയില്ല ഭാവിയെല്ലാം അവൻ കരുതിക്കൊള്ളും. ഭാരമില്ല തെല്ലും ഭീതിയില്ല ഭാവിയെല്ലാം അവൻ കരുതിക്കൊള്ളും. നടത്തിയിടുന്നു ദൈവം എന്നെ നടത്തിയിടുന്നു. നാൾതോറും തൻ കൃപയാൽ 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 എന്നെ നടത്തിയിടുന്നു. थैंक यू लॉर्ड, थैंक यू जीसस। हम कुछ देर और परमेश्वर की स्तुति और आराधना करेंगे पूरे मन के साथ, अपने आप को समर्पण करके। परमेश्वर का जो भी हित हो, उनकी जो भी मर्जी हो, उसके सामने समर्पण के साथ हम गीत गाकर परमेश्वर की स्तुति करेंगे। आमीन जीसस। मैं जहाँ हूँ तेरी योजना है, मैं जैसा हूँ तेरी रचना हो। मेरा जीवन तेरे हाथों में, तेरे हाथों में। तेरी मर्जी मेरे लिए हानि और नाश की नहीं। तू चाहे सिर्फ भलाई मेरे जीवन में सदा। तेरी मर्जी मेरे लिए हानि और नाश की नहीं हो। तू चाहे सिर्फ भलाई मेरे जीवन
जंजीरों को तोड़ा है तूने, तोड़ दिया तूने। तेरी मर्जी मेरे लिए हानि और नाश की नहीं। तू चाहे सिर्फ भलाई मेरे जीवन में सदा। तेरी मर्जी मेरे लिए हानि और नाश की नहीं। तू चाहे सिर्फ भलाई मेरे जीवन में सदा। सिर्फ भलाई है तेरी मर्जी, मेरी भलाई है तेरी मर्जी। तू मेरा खुदा पिता भी तू मेरा, बाहों में तेरे मैं रहूं सदा। तू मेरा खुदा पिता भी तू मेरा, बाहों में तेरे मैं रहूं सदा। तू मेरा खुदा पिता भी तू मेरा, बाहों में तेरे मैं रहूं सदा। बाहों में तेरे मैं रहूं सदा। यीशु है बाहों में तेरे। तेरी मर्जी मेरे लिए हानि और नाश की नहीं। तू चाहे सिर्फ भलाई मेरे जीवन में सदा। तेरी मर्जी मेरे लिए हानि और नाश की नहीं। तू चाहे सिर्फ भलाई मेरे जीवन में सदा। Jesus, hallelujah. We praise you, Lord. We give you all the honor, Jesus. बलहीन का सहारा, पापियों का दोस्त है तू। यीशु तू है कितना प्यारा, शब्द ना कैसे बताए। बलहीन का सहारा, पापियों का दोस्त है तू। यीशु तू है कितना प्यारा, शब्द ना कैसे बताऊं। जय जय नाम यीशु नाम गाऊं मैं सुबह शाम। जय जय नाम यीशु नाम गाऊं मैं सुबह शाम। जय जय नाम यीशु नाम गाऊं मैं सुबह शाम। जय जय नाम यीशु नाम गाऊं मैं सुबह शाम।
तुझ में बना रहूं तो अमृत फल लाऊं मैं, गाए तेरी जय सदा तो तुझ सा बन जाऊं मैं। तुझ में बना रहूं तो अमृत फल लाऊं मैं, गाऊं तेरी जय सदा तो तुझ सा बन जाऊं मैं। जय जय नाम यीशु नाम गाऊं मैं सुबह शाम, जय जय नाम यीशु नाम गाऊं मैं सुबह शाम। जय जय नाम यीशु नाम गाऊं मैं सुबह शाम, जय जय नाम यीशु नाम गाऊं मैं सुबह शाम। तू ही है जो मुझको बुलाता, देता है जीवन जल, तेरी शक्ति पाऊं सदा और योजनाएं सफल हो जाए। तू ही है जो मुझको बुलाता, देता है जीवन जल, तेरी शक्ति पाऊं सदा और योजनाएं सफल हो जाए। जय जय नाम यीशु नाम गाऊं मैं सुबह शाम, जय जय नाम यीशु नाम गाऊं मैं सुबह शाम। जय जय नाम यीशु नाम गाऊं मैं सुबह शाम, जय जय नाम यीशु नाम गाऊं मैं सुबह शाम। जय जय नाम जय जय नाम जय जय नाम यीशु नाम, जय जय नाम जय जय नाम जय जय नाम यीशु नाम। ओ यीशु नाम है प्यारा नाम, यीशु नाम जय जय नाम, जय जय नाम जय जय नाम। ओ यीशु नाम हो तू भला है, 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 तू भला है। ओ तू भला है, तू भला है, तू भला है, तू भला है, तू भला तेरी करुणा तेरी करुणा, तेरी करुणा, तेरी करुणा सदा की है। तेरी करुणा, तेरी करुणा, तेरी करुणा सदा की है। तेरी करुणा ओ है तेरी ओ तेरी करुणा सदा की है। तू भला है, 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 तू भला
Thank you, Lord. Thank you, Father. We remember all the blessings that you have done for us, Lord Jesus. All the wonderful things that you have done for us in our lives, Lord Jesus. आपने जो भी भलाई हमारे लिए किया, जो भी आशीष हमारे ज़िंदगी में दिया, वो सबको हम याद करते पिता। हम वो किसी के भी योग्य नहीं थे, Lord Jesus. Thank you, Father. We thank you, Lord Jesus. We submit ourselves, O Lord, for your will to be done in our lives, O Lord Jesus. Hallelujah, hallelujah. Precious loving Father, we thank you, Lord. We praise you for this wonderful time that you have given us, Lord Jesus, to praise you, to sing songs to you, to glorify your name, O Lord Jesus. We thank you for everything that you have done for us, for this life that you have given us, for this opportunity to know you, to be called as your children, O Lord Jesus. We give you all the honor and glory, O Lord Jesus. Cleanse us with your precious and loving blood, O Lord, just as we sang. Let your will be done in us, O Lord. Whatever is your will, let it be done in us. We submit ourselves completely into your hands. We bless all of your people, O Lord, who are worshipping along with us. Bless them and guide them, O Lord. We pray for the entire service. Let your Holy Spirit take complete control, Father. We thank you for hearing our prayer. In Jesus' precious name we pray. Amen. Jesus, hallelujah. ദൈവനാമത്തിൻ്റെ മഹത്വം. നാം ഇതുവരെയും കർത്താവിനെ പാട്ടുകൾ പാടി സ്തുതിക്കുവാനും ആരാധിപ്പാനും കർത്താവ് അവസരത്തെ നൽകിയല്ലോ. परमेश्वर के नाम की महिमा हो. अब तक परमेश्वर ने अच्छा अवसर दिया उसकी स्तुति आराधना करने के लिए. വിശേഷാൽ കൊയറിനോടുള്ളതായി നന്ദി അറിയിക്കുന്നു. और खास तौर से कोयर टीम को मैं धन्यवाद कहना चाहता हूँ. തുടർന്നുള്ളതായ ചില സമയങ്ങൾ നാം പ്രാർത്ഥനയിൽ ചെലവിടുവാൻ ആഗ്രഹിക്കുന്നു. आगे का कुछ समय जो हम प्रार्थना में निकालेंगे. ഈ ദിനങ്ങളിൽ നാം ആയിരിക്കുന്ന സാഹചര്യങ്ങൾ നമുക്കെല്ലാവർക്കും ബോധ്യമാണല്ലോ. വലിയ പ്രതിസന്ധികൾ നിറഞ്ഞൊരു കാലഘട്ടത്തിൽ നാം ആയിരിക്കുന്നു. ദൈവജനത്തിൻ്റെ പരസ്പരമുള്ള പ്രാർത്ഥന വളരെ ഫലവത്താണ്. അത് നിശ്ചയമായും അതിൻ്റെ മറുപടിയുമായി കടന്നു വരുവാനിടയായിത്തീരും. हम जानते करके इन दिनों में हम कितने मुसीबतों से गुजर रही है. इन समय में जो है परमेश्वर की प्रजा की प्रार्थना जो है उसका ज़रूर फल मिलेगा और हम सब एक साथ मिलकर ऐसी प्रार्थना करते रहेंगे. നമ്മുടെ എല്ലാ പ്രിയ സഹോദരങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. അവരുടെ കുടുംബങ്ങൾക്കായി അവരായിരിക്കുന്ന എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ സൂക്ഷിപ്പും കരുതലും വീണ്ടും അനുഭവിപ്പാൻ ഇടയാകേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. हमारे सारे भाई बहनों को याद करेंगे, उनके परिवारों को याद करेंगे, उनके कामकाजों को याद करेंगे. वो जहाँ पर भी है परमेश्वर उनके साथ रहे, सब प्रार्थना करेंगे. ദൈവസഭയുമായി ബന്ധപ്പെട്ട എല്ലാ ആവശ്യങ്ങൾക്കായിട്ടും നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. परमेश्वर की कलीसिया की जो भी ज़रूरत है उनको भी याद करते हुए प्रार्थना करेंगे. നമ്മുടെ ദേശത്തിനായി, പട്ടണത്തിനായി, നമ്മുടെ രാജ്യത്തിനായിട്ടൊക്കെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. हमारे देश के लिए, हमारे शहर के लिए भी प्रार्थना करना है. ലോകമെമ്പാടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ മഹാമാരിയിൽ നിന്ന് ദൈവത്തിൻ്റെ വിടുതലിന് കരം നീട്ടപ്പെടുവാനും ദൈവം സൗഖ്യമാക്കുവാനും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. दुनिया भर में जो महामारी फैली है जल्द से जल्द परमेश्वर हम सबको छुटकारा दे, ऐसा हम प्रार्थना करेंगे. അനേകർ രോഗികളായി തീരുന്ന, അനേകർ മരണപ്പെട്ടു, അനേകരുടെ ജീവിത മാർഗങ്ങൾ നഷ്ടപ്പെടുവാനിടയായി തീർന്നു, തൊഴിൽ നഷ്ടപ്പെടുവാനിടയായി, വിദ്യാഭ്യാസത്തെ ബാധിക്കുവാനിടയായി, അങ്ങനെ എല്ലാ മേഖലകളിലും ഈ പ്രതിസന്ധികൾ ബാധിക്കുവാനിടയായല്ലോ. അതിൻ്റെ മേലെല്ലാം ദൈവത്തിൻ്റെ വിടുതലയക്കുവാനായിട്ട്, ദൈവിക സമാധാനവും സൗഖ്യവും പകരുവാനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. हम परमेश्वर से ऐसे प्रार्थना करेंगे जिसमें परमेश्वर हम सबको चंगाई दे, क्योंकि कई लोगों ने अपना जीवन खोया, कई लोग बीमार हो गए, बच्चों की पढ़ाई रुक गई, बहुत लोगों ने कामकाज खो लिया है. जल्द से जल्द परमेश्वर हम सबको छुटकारा दे. ചില നാളുകളായി നാം ഭവനങ്ങളിലായിരുന്നു കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന, ആരാധിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കൂടി വരുവാനുള്ള അവസരങ്ങൾ വേഗത്തിൽ ദൈവം തരേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. हम कुछ महीने से जो है घरों में बैठकर आराधना कर रहे, जल्द से जल्द परमेश्वर मौका हमारे लिए तैयार कर हम सब एक साथ मिलकर आराधना कर पाए. നാം എല്ലാവരുമായിരിക്കുന്ന ഇടങ്ങളിൽ ഒരുമിച്ച് ദൈവത്തിൻ്റെ ഏകാഗ്രഹൃദയത്തോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് കർത്താവിന്റെ സനിത ജോൺസൺ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. हम जो भी स्थानों में एक मन के साथ पूरे विश्वास के साथ प्रार्थना करेंगे और प्रार्थना में अगुवाई देने के लिए सिस्टर अनिता जॉनसन आगे आएंगे. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. വാഗ്ദങ്ങൾ വിശ്വസനമാക്കും ആരാധനമായ നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, ആമേൻ. സ്തോത്ര വിശ്വസന ബലസമ്മതനായ കർത്താവേ, ഞങ്ങൾ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കർത്താവിനെ കടന്നു വരുവാൻ, സ്തുതിപ്പാൻ, മുഖത്തപ്പെടുത്തുവാൻ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ നല്ല ഭാഗ്യത്തിനായ സ്തോത്രം. കർത്താവെ, കഴിഞ്ഞ ആഴ്ചകാലം ദൈവമേ പട്ടണത്തിൽ ഞങ്ങൾ അത്ഭുതമായ അതിശയമായ ദൈവം ഞങ്ങളെ സൂക്ഷിച്ചല്ലോ, പരിപാലിച്ചല്ലോ. കർത്താവ് നടത്തിയ വിധങ്ങൾക്കായി നന്ദി പറയുന്നു. കർത്താവെ, സഭയായി നിൻ്റെ കരങ്ങളെ ഏൽപ്പിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കായി സ്തോത്രം. കുടുംബങ്ങളായ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ആമേൻ. എല്ലാ കുഞ്ഞുങ്ങളെയും നീ അനുഗ്രഹിക്കണം. ദിവ്യാസത്തെ കർത്താവ് മാനിക്കണേ. വർഷകാലം കർത്താവിൻ്റെ സാന്നിധ്യം അധികം അനുഭവിപ്പാനിടയാകണേ. അവനൊക്കെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രായമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവരെ അനുഗ്രഹിക്കണമേ. വർദ്ധിക്കുന്നവരുള്ള കാലത്തോളം ചുമക്കാം. ദൈവത്തിൻ്റെ വാഗ്ദത്തമാണല്ലോ കർത്താവേ. ആമേൻ. കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ തൊക്കണം ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദിവ്യ വിടുതലും ദിവ്യ സൗഖ്യം കർത്താവേ എല്ലാവരും അനുഭവിപ്പാനിടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം കർത്താവ്. ഞങ്ങളുടെ ദേശത്തിനായി സ്തോത്രം. ദൈവം ഞങ്ങളുടെ രാജ്യത്തിനായി സ്തോത്രം. ഞങ്ങളുടെ പട്ടണങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവ്. ദൈവം അനുഗ്രഹിക്കണേ. ഭാരതത്തിൻ്റെ ഓരോ സ്റ്റേറ്റുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവസമാധാനം അവൻ സ്വസ്ഥയും ദേശത്തിന് മേൽ കർത്താവ് കൽപ്പിക്കണമേ. കർത്താവേ സ്തോത്രം. ഈ കാലാവസ്ഥയിൽ ചേഞ്ച് മുഖാന്തരം അമേൻ അനേകർ പ്രിയപ്പെട്ട വിധമായ രോഗങ്ങൾ കൂടി കടന്നു പോകുന്നുണ്ടല്ലോ കർത്താവേ. എല്ലാവരെയും സമയത്ത് ഞങ്ങൾ ഓർക്കുന്ന ഈ പകർച്ചവ്യാധികൾ പ്രയാസപ്പെട്ട ഹോസ്പിറ്റലിലായിരിക്കും ഞങ്ങൾ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവീയ സൗഖ്യം എല്ലാവരും അനുഭവിപ്പാൻ, ദൈവത്തിൻ്റെ ശബ്ദം എല്ലാവരും കേൾക്കുവാൻ തക്കണം. സ്വർഗം സഹായിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ആമേൻ. കർത്താവ് വിടുവിക്കുന്ന ദൈവമാണല്ലോ. ഞങ്ങളുടെ കർത്താവിന് അസാധ്യമായതൊന്നുമില്ലോ അപ്പാ. അസാധ്യങ്ങളെ സാധ്യമാകുന്ന ദൈവത്തിൻ്റെ കരം എല്ലാവരും അനുഭവിച്ചറിയുവാൻ സഹായിക്കണമേ. കർത്താവിൻ്റെ വേലയ്ക്ക് ദൈവദാസന്മാർക്ക് വേണ്ടി കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവദാസന്മാരെയും കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്ന സെക്ഷനായ സ്തോത്രം. ഡിസ്ട്രിക്റ്റിനായ സ്തോത്രം. ഡിസ്ട്രിക്റ്റിൻ്റെ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം 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 കർത്താവ്. ഞങ്ങളുടെ മഹാരാഷ്ട്രയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. കർത്താവേ പട്ടണത്തെ കർത്താവെ വിടിവിക്കണമേ. കർത്താവെ ബോംബെ പട്ടണത്തിനായ സ്തോത്രം. ഞങ്ങളുടെ മീരാബേന്ദ്രന് വേണ്ടിയൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭരണാധികാരികൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിൻ്റെ പ്രവൃത്തി നീ അയക്കണമേ. അവന് ഹോസ്പിറ്റലും കർത്താവ് വർക്ക് ചെയ്യുന്ന ആമേ ഡോക്ടർമാർ, നഴ്സുമാർ, അതിരസവൻ എല്ലാ മക്കളെ ഞങ്ങൾ ഓർക്കുന്ന കർത്താവരെ സഹായിക്കണം, അനുഗ്രഹിക്കണം. ദൈവം അവരോട് കൂടെ ഇരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. വിദേശങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ സൗരീസന്മാരെല്ലാവരെയും കരങ്ങളിൽ ലോകരാജ്യങ്ങളിൽ വിവിധ സ്ഥലങ്ങളിലായിരിക്കുന്ന എല്ലാ മക്കൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്. ഈ പകർച്ചവ്യാധികളാൽ പ്രയാസപ്പെടുന്ന എല്ലാ രാജ്യങ്ങളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ദൈവസമാധാനം അവൻ വിടുതൽ എല്ലാവരും അനുഭവിക്കാൻ സഹായിക്കുമാറാകണമേ. ഒരു പ്രാവശ്യം കൂടി സഭയായ നിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കണമേ. എല്ലാ കുടുംബങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്. ദിവസമധ്യമായ ദിവസം താണ്ടിരുന്നുകൊണ്ട് കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാൻ സുഖം ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ദൈവത്തിനായി ഞങ്ങളിതിനെ സമർപ്പിക്കുന്ന കർത്താവ്. ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കെട്ടിക്കുക. സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. हालेलुया. ദൈവനാമത്തിന് മഹത്വം. ഈ നല്ല സമയത്തിനായി വീണ്ടും ദൈവത്തെ സ്തുതിക്കുന്നു. परमेश्वर के नाम की महिमा, इस अच्छे समय के लिए परमेश्वर का धन्यवाद करते हैं. ഈ ആരാധന വേളയിൽ കർത്താവ് നമ്മെ സഹായിക്കുന്നല്ലോ. ഇതുവരെയും കർത്താവിൻ്റെ പാദപീഠത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ, ആരാധിപ്പാൻ, പ്രാർത്ഥിപ്പാൻ ഒക്കെ ദൈവം നൽകിയ അവസരത്തിനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും. परमेश्वर ने इस आराधना के समय हम सबको मदद किया, उसके चरणों में बैठकर हमने आराधना में किया. परमेश्वर हम सबको आगे ऐसे ही सहायता करते रहे. നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്ന എല്ലാ നല്ല അവസരങ്ങൾക്കും എല്ലാ നല്ല അനുവാദങ്ങൾക്കുമായിട്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്തുവാനിടയായി തീരും. हमारे जीवन में परमेश्वर ने जो भी अच्छे मौके दिए हैं, जो भी अच्छे अवसर दिए, उन सबको याद करते प्रार्थना करना, धन्यवाद करना है. പ്രത്യേകാല പ്രകാരം നമുക്ക് ദൈവത്തെ ആരാധിപ്പാൻ ഒരുക്കിയ ഈ മാധ്യമങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. परमेश्वर की आराधना इस प्रकार इस मीडिया के तौर से कर पा रहे हैं, इसलिए परमेश्वर स्तुति करते हैं. ഈ ഇതിൻ്റെ പിന്നിൽ ആമേൻ വളരെ അധ്വാനിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് അവർക്ക് പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ये वीडियो के लिए मेहनत करने वाले कई सारे युवक हैं, उनको भी परमेश्वर याद करे और परमेश्वर उनको उनका प्रतिफल भी दे. പ്രത്യേകാൽ പ്രിയ ആമേൻ സിബിൻ, ആമേൻ സ്റ്റീവ്, ആമേൻ അഭിലാഷ്, ആൻസി, ഇവരെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. खास तौर से हमारे भाई सिबिन, भाई स्टीव और बहन एंसी और मैं जो है हमको याद करते प्रार्थना करना, धन्यवाद करते हैं. നിങ്ങളുടെ അധ്വാനങ്ങൾക്ക് കർത്താവ് പ്രതിഫലം തരട്ടെ എന്ന് ആശംസിക്കുന്നു. इन भाई बहनों के जो मेहनत करते हैं उनके लिए परमेश्वर फल दे, परमेश्वर की ऐसी विनंती करता हूँ. തുടർന്നുള്ളതായ ചില സമയങ്ങൾ ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി നാം വേർതിരിക്കുകയാണ്. आगे कुछ समय जो है परमेश्वर के वचन से मनन करेंगे. നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിന് വേണ്ടി എസ്തേറിൻ്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യവും 10-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യവും നമുക്ക് വായിക്കാവുന്നതാണ്. आज मनन करने के लिए एस्तेर का पुस्तक जो है 9वां अध्याय उसका 4था वचन और 10वां अध्याय उसका 3रा वचन. 9-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: മൊർദെഖായി രാജധാനിയിൽ മഹാനായിരുന്നു. മൊർദെഖായി എന്ന പുരുഷൻ മേൽക്കുമേൽ മഹാനായി തീർന്നതുകൊണ്ട് അവൻ്റെ കീർത്തി സകല സംസ്ഥാനങ്ങളിലും പരന്നു. 10-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: യഹൂദനായ മൊർദെഖായി അഹശ്വേരോശ് രാജാവിൻ്റെ രണ്ടാമനും യഹൂദന്മാരിൽ വെച്ച് മഹാനും സഹോദര സംഘത്തിന് ഇഷ്ടനും സ്വജനത്തിന് ഗുണകാംക്ഷിയും തൻ്റെ സർവവംശത്തിനും അനുകൂലവാദിയും ആയിരുന്നു. 9वां अध्याय 4था वचन पढ़ेंगे. मॉर्देकाई तो राजा के यहाँ बहुत ही प्रतिष्ठित था और उसकी कीर्ति सबसे प्रयत्न थी और फैलते गई, परंतु वो पुरुष जो है मॉर्देकाई महिमा में बढ़ता चला गया. 10वां अध्याय उसका 3रा वचन. यहूदी होने वाला मॉर्देकाई श्रेष्ठ राजा के नीचे था और यहूदी के दृष्टि में बड़ा था और उसके सब भाई उसके प्रसन्न थे,
क्योंकि वह अपने लोगों की भलाई की खोज में रहता था और अपने सब लोगों से शांति से बात करता था। എസ്തേറിൻ്റെ പുസ്തകത്തെക്കുറിച്ച് നമുക്കറിയാം. ലോകത്തെ 127 സംസ്ഥാനങ്ങൾ അഥവാ ഹിന്ദു ദേശം മുതൽ കൂശ് ദേശം വരെ വാണ അഹശ്വേരോഷ് രാജാവിൻ്റെ ചരിത്രവും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നടന്നതായ യഹൂദന്മാരുടെ രക്ഷയെക്കുറിച്ചുമാണ് നമുക്ക് ഈ പുസ്തകത്തിൽ പഠിക്കുവാൻ കഴിയുന്നത്. हम एस्तेर के इतिहास को जानते करके वो 143 देशों में से हिंदुस्तान से लेकर खूश के देश तक था और श्रेष्ठ राजा के जो राज्य था और यहूदी की इतिहास के बारे में लिखा गया है. ഈ പുസ്തകത്തിൽ ദൈവം എന്നുള്ളതായ ഒരു പദം നമുക്ക് കാണുവാൻ കഴിയുകയില്ല. इस पुस्तक में जो है परमेश्वर ऐसा एक पद जो है लिखा नहीं गया है, പക്ഷേ ദൈവത്തിൻ്റെ ശക്തമായ പ്രവൃത്തികളെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ पर കഴിയും. परमेश्वर के एकदम श्रेष्ठ होने वाले कामों का वर्णन किया गया है. ഇവിടെ പ്രധാനപ്പെട്ടതായ ചില കഥാപാത്രങ്ങളുണ്ട്. यहाँ पे कोई मेन कैरेक्टर्स है. ഒന്ന് അഹശ്വേരോഷ് രാജാവ്, एक जो है श्रेष्ठ राजा, 2 എസ്തേർ രാജ്ഞി, दूसरी एस्तर रानी, 3 മൊർദെഖായി, 3 मोर्देकाई, അതുപോലെ തന്നെ മഹാനായി തീർന്ന അല്ലെങ്കിൽ രാജാവിൻ്റെ സന്നദ്ധിയിൽ സേവ ചെയ്തുകൊണ്ടിരുന്നതായ ഹാമാൻ. और राजा की सेवक होने वाला हामान. ഈ വ്യക്തിത്വങ്ങളെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ जब हम इन कैरेक्टर्स के बारे में पढ़ते हैं, ഇവരുടെ വിശേഷതകൾ വ്യത്യസ്തമായിരുന്നു. इनके गुण अलग अलग है. ദൈവത്തിൻ്റെ മഹത്തരമായ ഇടപെടലിനെക്കുറിച്ച്, ദൈവത്തിൻ്റെ കാര്യപരിപാടികളെക്കുറിച്ച് നമുക്ക് ഈ പുസ്തകത്തിൽ കാണുവാൻ കഴിയും. और परमेश्वर अपना काम कैसा करता है इसका भी अच्छा वर्णन किया गया है. നമുക്കറിയാം, അഹശ്വേരോഷ് രാജാവിൻ്റെ കൊട്ടാരവാതിൽക്കൽ സേവ ചെയ്തിരുന്നൊരു വ്യക്തിയായിരുന്നു മൊർദെഖായി. और हम जानते हैं मोर्देकाई जो है फाटकों पर काम करता था राजा के. എന്നാൽ അവൻ പിൽക്കാലത്ത് രാജാവിൻ്റെ രണ്ടാമനായി മാറുവാൻ തക്കവണ്ണം ഇടയായി. और कुछ समय बाद ही आने वाले समय मोर्देकाई जो है राजा के साथ उस सेकंड पोजीशन में आता था. എന്നാൽ രാജാവിൻ്റെ രണ്ടാമനായി ജോലി ചെയ്തിരുന്ന ഹാമാനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു. पर हम राजा के सेकंड इन कमांड होने वाले हामान के बारे में जानते हैं. ആമേൻ. ഹാമാൻ ആ സ്ഥാനത്ത് നിന്ന് തള്ളപ്പെടുന്നു എന്ന് മാത്രമല്ല, അവൻ കൊല്ലപ്പെടുകയും അവൻ്റെ കുടുംബം നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത് കാണുവാൻ കഴിയുന്നു. सिर्फ हामान को इस पोजीशन से निकाला ही नहीं जाता बल्कि उसकी मृत्यु भी होती है और परिवार भी नष्ट हो जाता है. അതിൻ്റെ കാരണങ്ങളും അതിൻ്റെ ദൈവിക കാര്യപരിപാടികളും ഒക്കെ ഈ പുസ്തകത്തിൽ നമുക്ക് പഠിക്കുവാൻ കഴിയും. उसके मृत्यु का कारण क्या था और परमेश्वर की क्रिया कैसे थे ये भी जानते हैं. എന്നാൽ ഇവിടെ വേഗത്തിൽ നാം വായിച്ച ഭാഗങ്ങളിലൂടെ നമുക്ക് കടന്നു പോകുവാനിടയായി തീരട്ടെ. पर जल्दी हम जो वचन हमने पढ़े थे उस पर वापस ध्यान देंगे. ഇവിടെ മൊർദെഖായിയെ കുറിച്ച് നാം വായിച്ചത് ഇങ്ങനെയാണ്. ആമൻ മൊർദെഖായി എന്ന ദൈവപുരുഷൻ അല്ലെങ്കിൽ മൊർദെഖായി എന്ന പുരുഷൻ മേൽക്കുമേൽ മഹാനായി തീർന്നു എന്നാണ് കാണുവാൻ കഴിയുന്നത്. और यहाँ पे मोर्देकाई का ऐसा वर्णन किया कि दिन भर दिन मोर्देकाई जो है बड़ा होते गया, महान बनते गया. ആമേൻ. അവനെ കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അവൻ യഹൂദ വംശത്തിൽ ഏറ്റവും മഹാനായി ആമേൻ തീർന്നു എന്നാണ്. और वहाँ पे जब उसके बारे में आखिरी वचन ऐसा लिखा गया कि यहूदा वंश में वो सबसे महान बन गया था. മാത്രമല്ല, തൻ്റെ സഹോദര സംഘത്തിന് താൻ ഇഷ്ടനായി और മാറുവാനിടയായി. अपने भाइयों का सबसे चाहिता भी बन गया. സ്വജനത്തിന് താൻ ഗുണകാംക്ഷിയായി और മാറുവാനിടയായി. सारे प्रजा की भलाई भी चाहता था वो. തൻ്റെ സർവ വംശത്തിനും അനുകൂലവാദിയായി മാറുവാനിടയായി. और अपने सारे वंश के लिए जो है सबसे अच्छा पुरुष बन गया, उनके लिए अनुकूल बन गया. ഇവിടെ മൊർദെഖായി ഒരു മഹാനായിരുന്നില്ല. यहाँ पर पहले मोर्देकाई एक महान इंसान അവൻ ഒരു नहीं था, സാധാരണ വ്യക്തിയായിരുന്നു. वो एक साधारण इंसान था. അവൻ രാജാവിന്റെ കൊട്ടാരത്തിന്റെ വാതിൽക്കൽ സേവ ചെയ്യുന്ന ഒരു ദാസനായിരുന്നു. वो राजा के फाटक पर काम करता था. പക്ഷേ അവനെ ദൈവം മഹാനാക്കി മാറ്റുവാൻ അതിൻ്റെ പിന്നിലുണ്ടായ ചില കാരണങ്ങൾ ഈ പുസ്തകത്തിൽ നമുക്ക് പഠിക്കുവാൻ കഴിയും. पर परमेश्वर ने उसको महान क्यों बनाया, इसका कारण जो है इस पुस्तक में लिखा गया है. ആമേൻ. ദൈവത്തിൻ്റെ ഒരു വലിയ ഇടപെടൽ അഥവാ ദൈവം തൻ്റെ ജനത്തോട് കാണിക്കുന്ന ഒരു വലിയ കരുണയുടെ ഉദാഹരണമാണ് മൊർദെഖായി. और मोर्देकाई एक ऐसा उदाहरण है जिस पर परमेश्वर एक बड़ा करुणा दिखाता है अपने लोगों पर. ആമേൻ. അവൻ മഹാനായി തീരുവാനുണ്ടായ ചില കാരണങ്ങൾ ഈ തിരുവചനത്തിൽ നിന്ന് തന്നെ നമുക്ക് ശ്രദ്ധിക്കുവാൻ തക്കവണ്ണം കഴിയും. मोर्देकाई महान इसलिए बनता है, उसके कुछ कारण जो हम वचनों में से पढ़ेंगे. ഒന്ന്, അവൻ സാക്ഷാൽ ഒരു യഹൂദനായിരുന്നു എന്ന് 6-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. इस पुस्तक के 6वें अध्याय उसके 13 वचन कहते करके मोर्देकाई जो एक साक्षात यहूदी था. ഹാമാന്റെ ഭാര്യയായ ശേരസ്
പറയുന്ന ഒരു ഭാഗമാണ് അവിടെ നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്. और ये जो वचन लिखा है 13 वचन हामान की पत्नी होने वाली जेरस ने लिखा गया है. जेरस कहती है മോർദെഖായിയുടെ മുൻപിൽ നീ വീഴുവാൻ തുടങ്ങി. और वो कहते करते मोर्देकाई के सामने तुम गिरने लग गए हो. അവൻ യഹൂദ വംശക്കാരനാകുന്നു എങ്കിൽ നീ അവനെ ജയിക്കയില്ല. अगर वो यहूदी के जाति से आता है तुम उस पर कभी प्रबल नहीं हो पाओगे അവനോട് തോറ്റുപോകുകയുള്ളൂ. और तुम हार जाओगे. എന്താണിത് പറയുവാനുള്ളതായ ആമേൻ സന്ദർഭം? और ये बोलने का कारण क्या है? ഈ ഹാമാൻ രാജസന്നിധിയിലേക്ക് വരുമ്പോൾ സാധാരണ ആമേൻ കൊട്ടാര വാതിൽക്കൽ മുതൽ അവൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന എല്ലാ ആളുകളും അവനെ സല്യൂട്ട് ചെയ്യും, അവനെ വണങ്ങുക പതിവായിരുന്നു. और जब हामान काम पर आता था राजा के घराने में तो आसपास होने वाले सारे नौकर चाकर जो थे हामान को सल्यूट करते थे, अपना दंडवत करते थे. എന്നാൽ മോർദെഖായി എന്ന ഈ മനുഷ്യൻ അവൻ വാതിൽക്കൽ സേവ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിലും അവൻ ആ ആലയത്തിൻ്റെ അല്ലെങ്കിൽ കൊട്ടാരത്തിൻ്റെ ഗേറ്റ് കീപ്പർ ആണെങ്കിൽ പോലും അദ്ദേഹം ഒരിക്കൽ പോലും ഈ ഹാമാന്റെ മുൻപിൽ വണങ്ങിയിരുന്നില്ല. मोर्देकाई जो है सिर्फ एक गेट कीपर थे, फाटक पर काम करते थे, पर वो हामान के सामने कभी सर नहीं झुकाते. അവൻ്റെ കോവർക്കേഴ്സ് പലപ്പോഴും അവനോട് ഉപദേശിച്ചിട്ടുണ്ട്, ഹാമാനെ നീ വണങ്ങണം, ആമേൻ, അല്ലെങ്കിൽ അപകടമാകുമെന്ന്. मोर्देकाई के साथ काम करने वाले बाकी नौकर जो कहते थे हमेशा करके हामान के सामने तो अपना सर झुकाओ नहीं तो प्रॉब्लम्स हो सकता है. എന്നാൽ ഒരിക്കൽ പോലും അവൻ അതിന് തയ്യാറായിട്ടില്ല. पर मोर्देकाई ने कभी नहीं किया ये. അത് മാത്രമല്ല, അവൻ ആരാണെന്നുള്ളതായ വെളിപ്പെടുത്തൽ തൻ്റെ സഹപ്രവർത്തകർക്ക് അവൻ ബോധ്യമാക്കി കൊടുത്തിട്ടുണ്ട്. और मोर्देकाई सच्ची में कौन था ये जो है बाकी नौकरों को बताता है. താൻ ഒരു യഹൂദനാണെന്നും वो एक यहूदी है ആമേൻ താൻ സേവിക്കുന്നത് ജീവിക്കുന്ന ദൈവത്തെയാണെന്നും और वो उनकी सेवा जो करता है वो जीवित परमेश्वर ആ है. ദൈവത്തെ മാത്രമേ ആമേൻ വണങ്ങുവാനും ആരാധിപ്പാനും പാടുള്ളൂ, കുമ്പിടുവാൻ പാടുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം അവൻ പല സന്ദർഭങ്ങളിലായിട്ട് ഇവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. और बाकी नौकरों को बताता है करके सिर्फ उसी परमेश्वर के सामने वो दंडवत करेगा, उसी की आराधना करेगा. ആമേൻ ഇത് മനസ്സിലാക്കിയതായ സഹപ്രവർത്തകരുടേതായ അറിയിപ്പിൻ പ്രകാരം ഹാമാൻ ആമേൻ രാജസന്നിധിയിൽ ചെന്ന് ഉണർത്തിച്ചു. ആമേൻ ഈ മോർദെഖായിയെക്കുറിച്ചും അവൻ്റെ വംശത്തെക്കുറിച്ചും അതിൻ്റെ ജാതിയെക്കുറിച്ചുമുള്ളതായ ഒരു അറിയിപ്പ് നൽകുവാനിടയായി. जब ये खबर हामान के कानों तक पहुंच गया वो राजा घराने में जाके बताता है करके मोर्देकाई और उसके वंश के बारे में. ആമേൻ നമ്മുടെ സകല സംസ്ഥാനങ്ങളും രാജ്യത്തിൻ്റെ സകല സംസ്ഥാനങ്ങളുമായി ചിതറിക്കിടക്കുന്ന ഒരു ജാതിയുണ്ട്. അവരുടെ ന്യായപ്രമാണം മറ്റുള്ള ജാതികളിൽ നിന്ന് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. അവർ ആമേൻ രാജാവിനെയോ രാജാവിൻ്റെതായ നിയമങ്ങളെയോ പ്രമാണിക്കുന്നില്ല എന്നുള്ളതായ ഒരു പ്രത്യേക അറിവ് ആമേൻ ഈ രാജാവിന് അവൻ കൈമാറുവാനിടയായി. और हामान जो है राजा को ऐसा एक इन्फॉर्मेशन देता है करके ये जाति जो है भिन्न भिन्न जगहों पर रहती है, वो किसी राजा के ऑर्डर्स को और किसी चीज़ को फॉलो नहीं करते. അങ്ങനെ തെറ്റായ ചില ഇൻഫർമേഷൻസ് ഈ രാജാവിന് കൈമാറുകയും ഹാമാൻ വേഗത്തിൽ ഈ കുടുംബത്തെ അല്ലെങ്കിൽ ഈ ജാതികളെ മുടിക്കുവാനുള്ളതായ എല്ലാ പദ്ധതികളും ഇണക്കുകയും ചെയ്യുവാൻ ഇടയായത് നമുക്ക് ഈ ചരിത്രത്തിൽ കാണുവാൻ കഴിയും. ऐसा गलत जानकारी जो है राजा के कानों तक पहुंचता है और हामान जो है जल्द से जल्द नष्ट करने देखता है इन लोगों को. ആമേൻ ആദാർ മാസം 12 അഥവാ യഹൂദൻ്റെ 12 മാസം 13 തീയതി യഹൂദ ജനത്തെ മുഴുവൻ ആവാലവൃക്ഷം ആമേൻ നശിപ്പിക്കുകയും അവരുടെ വസ്തുവകൾ കൊള്ള ചെയ്യുകയും ചെയ്യണം എന്നുള്ളതായ ഒരു നിയമമാണ് ആമേൻ രാജാവ് മുഖാന്തരം ഉണ്ടാക്കുവാനിടയായി തീർന്നു. यहूदी के 12वें महीने उसके 13वें दिन में ऐसा एक नियम बनाया करके सारे यहूदियों को भी मारा जाए और उनके लूटा जाए. അങ്ങനെ ശൂഷൻ പട്ടണം മുഴുവൻ ആമേൻ കലങ്ങി മറിഞ്ഞിരിക്കുന്നതായ ഒരു और കാലഘട്ടം. वैसे सुशान का शहर जो है एकदम नष्ट हो गया. ആമേൻ അവിടെയുള്ള സകല യഹൂദന്മാരും ദുഃഖിച്ചും വിലപിച്ചും ദൈവസന്നിധിയിൽ ഉപവസിച്ചും കഴിയുന്നതായ ഒരു और കാലഘട്ടം. वहाँ के सारे यहूदी एकदम विलाप करते हुए परमेश्वर के सामने उपास प्रार्थना लेते हुए जी रहे थे. നമുക്കറിയാം ഈ അറിവ് ആമേൻ രാജസന്നിധിയിലെത്തി. ആമേൻ മോർദെഖായിയുടെ ചിറ്റപ്പൻ്റെ മകളായിരിക്കുന്ന ആമേൻ എസ്തേറിനെ ഈ വിവരം അറിയിക്കുവാനിടയായി. രാജസന്നിധിയിൽ രാജ്ഞിയായി സേവനമനുഷ്ഠിക്കുന്ന അവൾക്ക് ഈ വിവരം കൈമാറുവാനിടയായി. और ये जो जानकारी है मोर्देकाई के कजिन होने वाले एस्तर के कानों तक पहुंच गया जो रानी बनकर थी वहां पर. ആമേൻ അങ്ങനെ രാജസന്നിധിയിൽ ആ വിവരം ആമേൻ അവൾ കൈമാറുവാൻ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടാക്കുകയും और ആമേൻ അവൾ ഒരു വിരുന്ന് അറേഞ്ച് ചെയ്യുകയും അതിലേക്ക് രാജാവിനെയും ഈ ഹാമാനെയും ക്ഷണിക്കുകയും ചെയ്യുവാനിടയായി. और रानी होने वाले एस्तर ने ये कानों ये जो बातें जो है राजा को बता दिया और उसने एक डिनर को ऑर्गेनाइज किया. वहां पर हामान और राजा को बुलाया गया. അങ്ങനെ ഒരു പ്രത്യേക അവസരം അവൾ ഉണ്ടാക്കിയ ശേഷം ആമേൻ
അവളിങ്ങനെ ഹാമാനെ കുറിച്ചുള്ളതായ വിവരങ്ങൾ രാജാവിന് കൈമാറുവാൻ കാത്തിരിക്കുകയാണ്. और ऐसा एक माहौल क्रिएट करने के बाद जो है रानी जो है ऐसा हामान के बारे में इंफॉर्मेशन राजा को देने तैयार हो रही है. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യാദൃച്ഛികമായി മറ്റൊരു സംഭവം ഉണ്ടാകുന്നത്. और इन सब के बीच में एक और घटना घटती है. ഒരിക്കൽ രാജാവ് ആമേൻ ഉറങ്ങുവാൻ കിടന്നിട്ട് അവന് ഉറക്കം വരുന്നില്ല. രാത്രിയിൽ അവൻ എഴുന്നേറ്റ് തന്റെ ഡയറികൾ പരിശോധിക്കുവാൻ തുടങ്ങി. और एक बार राजा ऐसे थे करके रात को सो नहीं पा रहे थे, तब उन्होंने डायरी चेक करने लगे क्या लिखा हुआ गया था. അങ്ങനെ താന് ആമേൻ അത് പരിശോധിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൽ മോർദെഖായിയെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു ഭാഗം അവന്റെ ശ്രദ്ധയിൽപ്പെടുവാനിടയായി. और जब राजा अपनी डायरी को पढ़ रहे थे वहां पर मोर्देकाई के बारे में कुछ लिखा गया था. ഒരിക്കൽ രാജാവിന്റെ കൊട്ടാരത്തിന്റെ ഉമ്മരപ്പടിയിൽ അഥവാ വാതിൽ കാവൽക്കാരായിരുന്നായ ബിൽദാനും ആമേൻ തേരസ് എന്ന് പറയുന്നതായ രണ്ട് വ്യക്തികൾ ആമേൻ ഒരിക്കൽ രാജാവിനെതിരായിട്ട് ആമേൻ മത്സരിക്കുവാൻ, അതായത് രാജാവിനെ ഉപായത്തിൽ കൊല്ലുവാനും അപായപ്പെടുത്തുവാനും വേണ്ടി പദ്ധതിയിടുവാനിടയായി. और राजा को ऐसी घटना उसमें से याद है करके राजा के गेट कीपर्स होने वाले बिल्दान और तेरस जो है राजा के खिलाफ जा रहे थे, राजा की मृत्यु करने देख रहे थे. ഈ കാര്യങ്ങൾ മൊർദെഖായി രാജാവിനെ അറിയിക്കുകയും और ये बातें जो है मोर्देकाई राजा को बताता है. ആമേൻ എസ്തർ മുഖാന്തരം അത് രാജാവിന് അറിവ് കൊടുത്തു. അത് തന്റെ ഡയറി കുറിപ്പിൽ എഴുതി വയ്ക്കുവാനിടയായി. और एस्तर को बताया गया और राजा ने उसके डायरी में लिख दिया. ആമേൻ. എന്നിട്ട് അതിൻ്റെ അടുത്ത ഭാഗത്ത് ആമേൻ ആ ഡയറി കുറിപ്പ് വായിച്ചു കൊണ്ടിരുന്ന ഭൃത്യനോട് ചോദിച്ചു, മൊർദെഖായിക്ക് എന്താണ് അതിന് പ്രതിഫലമായി കൊടുത്തത്? जो सेवक इस डायरी को पढ़ रहा था राजा ने उससे पूछा करके मोर्देकाई को क्या प्रतिफल दिया. അവൻ പറഞ്ഞു, യാതൊരു പ്രതിഫലവും കൊടുത്തിട്ടില്ല. അവൻ ഈ കാര്യം രാജാവിന് വേണ്ടി ചെയ്തത് ഒരു കടമായി കിടക്കുകയാണ്. सेवक ने कहा करके हमने कुछ मोर्देकाई के लिए नहीं किया. ഉടനെ രാജാവ് ആജ്ഞ കൊടുക്കുന്നു, ആമേൻ, ഈ മനുഷ്യൻ മാനിക്കപ്പെടേണ്ടവനാണ്. तब से राजा कहता है करके आज्ञा पास करता है करके राजा इस इंसान को तुम मेहनत दो, ഈ മനുഷ്യന് പ്രതിഫലം നൽകേണ്ടത് और ആവശ്യമാണ്. उसको प्रतिफल देना जरूरी है. അങ്ങനെ രാവിലെ സമയം രാജാവ് ഇങ്ങനെ ആമേൻ ചിന്തിച്ചിരിക്കുമ്പോൾ ആമേൻ ഇതാ ഹാമാൻ കൊട്ടാരത്തിലേക്ക് കയറി വരുന്നു. जब राजा इस बारे की चिंता करते तब हामान आ जाता है घर. ഹാമാനോട് ചോദിച്ചു, ഹാമാനെ, ദൈവം ആമേൻ രാജാവ് ബഹുമാനിപ്പാൻ ഇച്ഛിക്കുന്ന പുരുഷൻ എന്താണ് ചെയ്തു കൊടുക്കേണ്ടത്? और हामान से पूछा करके राजा जिसका इज्जत करना चाहता है उसके लिए क्या करना चाहता है. ആമേൻ. അവൻ ഓർത്തു, എന്നെ അല്ലാതെ രാജാവ് ആരെയാണ് ബഹുമാനിക്കുവാൻ तब പോകുന്നത്? हामान ने सोचा करके मेरे अलावा और किसको ये मिल सकता है. രാജാവിന്റെ രണ്ടാമനായി ഞാൻ मैं സേവനമനുഷ്ഠിക്കുന്നു. राजा के सेकंड इन कमांड हूँ. രാജാവിന്റെ എല്ലാ കാര്യങ്ങളിലും ഞാൻ ഇൻവോൾവ് ആണ്. राजा के हर कामों में मैं ഈ इन्वॉल्व हूँ. കൊട്ടാരത്തിൽ എന്നെ പോലെ മഹാനായ മറ്റാരുമില്ല. इस घराने में मेरे से महान और कौन है. ഇവൻ രാജ്ഞി പോലും ഒരുക്കിയിരിക്കുന്ന വിരുന്ന് സൽക്കാരത്തിൽ എന്നെയും രാജാവിനെയും അല്ലാതെ മറ്റാരെയും जो ക്ഷണിച്ചിട്ടില്ല. राजनी ने डिनर तैयार किया था उसके लिए मेरे और राजा के खिलाफ है और किसी को नहीं അങ്ങനെയെങ്കിൽ बुलाया. എന്നെ തന്നെ ആയിരിക്കും രാജാവ് ബഹുമാനിപ്പാൻ ഇച്ഛിക്കുന്നത് शायद मेरी ही प्रशंसा होने वाली राजा के എന്ന് सामने. ധരിച്ചുകൊണ്ട് അവൻ രാജാവിനോട് പറഞ്ഞു, രാജാവേ, ആമേൻ, നീ ബഹുമാനിക്കുവാൻ ഇച്ഛിക്കുന്ന പുരുഷൻ, ആമേൻ, നീ ധരിക്കുന്ന വസ്ത്രം ധരിച്ച് നിന്റെ മുദ്രമോതിരം അണിഞ്ഞ് ആമേൻ നീ സഞ്ചരിക്കുന്ന ആമേൻ കുതിരപ്പുറത്ത് കിരീടങ്ങൾ അണിഞ്ഞുകൊണ്ട് ഈ പട്ടണത്തിന്റെ എല്ലാ ഇടങ്ങളിലും അവനെ കൊണ്ടുപോയി ആമേൻ ഭൃത്യന്മാർ വിളിച്ചു പറയണം, രാജാവ് ബഹുമാനിപ്പാൻ ഇച്ഛിക്കുന്ന പുരുഷന് ഇങ്ങനെ ചെയ്യും എന്ന് പറയുവാനിടയാകണം. और मोर्देकाई ने कहा करके ये सिर्फ मैं ही हो सकता, इसलिए उसने कहा करके वो राजा का वस्त्र पहनेगा, राजा का अंगूठा पहनेगा, राजा के घोड़े पर सफर भी करे और सारे शहर में लेकर जाएंगे और कहेंगे करके ऐसा राजा देखो जो राजा की इज्जत करते हैं ऐसे पाओगे. ഉടനെ രാജാവ് വിളിച്ചു പറഞ്ഞു, പ്രാകാരത്തിൽ നിൽക്കുന്ന മോർദെഖായി എന്ന മനുഷ്യന് നീ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒട്ടും കുറയ്ക്കാതെ അവന് വേണ്ടി ചെയ്യുക എന്ന് പറഞ്ഞു. तब राजा ने ऐसी आज्ञा दी करके जो भी फाटक पर खड़ा हुआ मोर्देकाई है उसके लिए जो भी तुमने कहा वैसे ही पूरा करो. അങ്ങനെ അവൻ ദുഃഖിതനായി തല മൂടിക്കൊണ്ട് ആമേൻ ആ പകൽ മുഴുവൻ Hallelujah. ഈ മോർദെഖായിയെ ദേശത്ത് മുഴുവൻ കൊണ്ടു നടന്നിട്ട് രാജാവ് ബഹുമാനിപ്പാൻ ഇച്ഛിക്കുന്ന പുരുഷനെ ഇങ്ങനെ ചെയ്യും എന്നുള്ളതായ വലിയ വിളംബരമൊക്കെ പുറപ്പെടുവിച്ചിട്ട് താൻ വളരെ ദുഃഖിതനായി മടങ്ങി ഭവനത്തിലെത്തിയപ്പോൾ തൻ്റെ ഭാര്യ പറഞ്ഞതായ ഒരു പ്രസ്താവനയാണ് നാം ഇവിടെ വായിക്കുവാനിടയായത്. और वैसे ही पूरे दिन भर जैसे राजा ने कहा हामान ने मोर्देकाई के लिए वो सब कुछ क्या कहता गया करके उसकी प्रशंसा करता गया और वैसे एकदम दुखित होने के बाद वो घर आता है और अपनी पत्नी से बात करता है, वो हमने जस्ट पढ़ा था. അല്ലേ ഹാമോനെ, നീ മത്സരിക്കുന്നത് ഒരു യഹൂദനോടാണ്. और उसके पत्नी ने कहा, हे हामान, तू जिससे लड़ाई कर रहा है वो एक यहूदी है. യഹൂദൻ ആരാണെന്ന് നീ മനസ്സിലാക്കണം. तुम्हें जानना है करके यहूदी कौन അവൻ है. ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. वो परमेश्वर की प्रजा है അവന്റെ ജാമ്യക്കാരൻ ജീവിക്കുന്നു. और उसका परमेश्वर जीवित है. അവനെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. उसकी रक्षा करने वाले परमेश्वर है. അവനോട് മത്സരിക്കുന്നവരോട് ആമേൻ യുദ്ധം ചെയ്യുന്ന ആമേൻ ഒരു ദൈവമുണ്ട്. उसके खिलाफ लड़ने के लिए एक परमेश्वर है. അവനോട് എതിർക്കുന്നവരോട് എതിർക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നവനാണ്. उसके खिलाफ आने वाले उसके
खिलाफ आने वाले का परमेश्वर അവൻ जीवित है। സാക്ഷാൽ ഒരു യഹൂദനാണെങ്കിൽ അവന്റെ മുൻപിൽ നീ ജയിക്കുകയില്ല, നീ തോൽക്കുകയുള്ളൂ. अगर वो सच्ची में एक यहूदी है तो उसके सामने तू कभी नहीं जीत पाएगा, तू हार जाएगा। നോക്കൂ, ഇവിടെ ഒരു യാഥാർത്ഥ്യത മനസ്സിലാക്കണം. മൊർദെഖായി രാജകൊട്ടാരത്തിൽ ആമേൻ സേവ ചെയ്യുമ്പോഴും ആമേൻ താൻ തന്റെ ഐഡന്റിറ്റി കാത്തു സൂക്ഷിക്കുകയും ഒരു Hallelujah. സാക്ഷാൽ യഹൂദനായി തന്നെ താൻ ജീവിതത്തെ കാത്ത് പരിപാലിപ്പാനിടയായി. यहाँ पर एक बात हमें अच्छी तरह से समझना करते हैं, मोर्देकाई जो है अपने आइडेंटिटी को कैसे संभाल कर रखता है। राजा के घराने में काम करते हुए भी वो एक यहूदी बनकर रहता है। അവനൊരിക്കലും ആമേൻ ജാതികളുമായി ഇടകലരുവാൻ ഇടയായി वो തീർന്നില്ല. कभी भी जो है जातियों के बीच में नहीं അവന്റെ रहा। പ്രമാണങ്ങൾ വിറ്റുകളയുവാൻ उसने अपने ഇടയായില്ല. लॉस को कभी भेजा नहीं। അവൻ ഒരു യാഥാസ്ഥിക യഹൂദനായ ഒരു ഭക്തനായ वो മനുഷ്യനായിരുന്നു. एक सच्चा यहूदी और भक्त था। ഹല്ലേലൂയ. ദൈവത്തെ സേവിക്കുന്ന ഒരു ആമേൻ, ദൈവപൈതൽ ഹല്ലേലൂയ. വിശ്വസ്തയോടെ അവൻ ആരെന്നുള്ള ഉത്തമ ബോധ്യത്തോടെ അവന്റെ ഐഡന്റിറ്റി കാത്തു സൂക്ഷിക്കുവാൻ ദൈവപൈതലായി ഹല്ലേലൂയ. നിലനിൽക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ പ്രിയ ദൈവപൈതലെ ഓർക്കുക, നമുക്ക് വേണ്ടിയുള്ള ഒരു ജാമ്യക്കാരൻ അവൻ ജീവിക്കുന്നു എന്ന് ആമേൻ സമയം വരുമ്പോൾ അവനത് വെളിപ്പെടുത്തുവാനിടയായി. अगर हम भी ऐसे ही मोर्देकाई के समान रहे जिसमें हम भी अपने आइडेंटिटी को एकदम अच्छी तरह से रखें तो परमेश्वर हमारा भी जीवित है, वो हमारे लिए अच्छा काम करेगा। തിരുവചനത്തിൽ അനേക ഭക്തന്മാർ തങ്ങളുടെ ജീവിതം കാത്തു സൂക്ഷിച്ചവരെ നമുക്ക് കാണുവാൻ കഴിയും. वचन में कई सारे भक्त हैं जिन्होंने अपने आइडेंटिटी को संभाल कर रखा। ദാനിയേലിന്റെ പുസ്തകത്തിൽ ആമേൻ എബ്രായ ബാലന്മാരെ നമുക്ക് കാണുവാൻ दानियल കഴിയും. के पुस्तक में हेब्राई बालकों को हम जानते हैं, ദാനിയേലിനെ കുറിച്ച് നമുക്ക് പഠിക്കുവാൻ हम കഴിയും. दानियल को भी जानते हैं। ആമേൻ രാജാവ് നിർത്തി ബിംബങ്ങളെ സേവിക്കാതെ, രാജാവിനോട് ആമേൻ രാജാവിനെ ആമേൻ ആരാധിക്കാതെ ജീവനുള്ള ദൈവത്തെ ആരാധിച്ചതിന്റെ ഫലമായി പ്രതികൂലങ്ങളോട് അവർ കടന്നു പോകേണ്ടി വന്നിട്ടും പ്രമാണത്തിന് വേണ്ടി നിന്ന ഭക്തന്മാർക്ക് വേണ്ടി അവരുടെ ദൈവം ഇറങ്ങി വന്ന ന്യായാധിപതിയായി അവരെ സഹായിക്കുന്നത് കാണുവാൻ കഴിയും. हम जानते करके राजा ने जो मूर्ति बने उसके सामने दंडवत नहीं करते, राजा ने जो भोजन दिया उसके सामने नहीं खाते, ये सब प्रतिकूल होने पर भी परमेश्वर न्याय करने वाला परमेश्वर उन सब के लिए उतर के आया। രാജകൊട്ടാരത്തിലെ ഭോജനം കൊണ്ട്, രാജകീയ ഭക്ഷണം കൊണ്ട് അവരെ തന്നെ അശുദ്ധമാക്കാതെ പ്രമാണങ്ങൾക്ക് വേണ്ടി നിന്ന യഹൂദ ബാലന്മാർക്ക് വേണ്ടി നീതി നടത്തിയൊരു ദൈവത്തെ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. वहां पर ऐसे परमेश्वर को हम देख सकते जो न्याय करता है। जो बच्चे जो बालक थे राजा के घराने से नहीं खाते थे, पर परमेश्वर ने उनके लिए सबके लिए न्याय किया। തിരുവചനത്തിൽ അനേക ഭക്തന്മാരുടെ ചരിത്രം നമുക്ക് എടുത്തു പറയുവാൻ കഴിയും. ആമേൻ ആരെന്നുള്ളതായ ഉത്തമ ബോധ്യത്തോടെ നിലനിന്ന ഇടങ്ങളിലെല്ലാം ദൈവം തന്റെ പ്രവൃത്തിയെ അയച്ചവരെ മാനിക്കുകയും ഉയർത്തുകയും ചെയ്യുവാനിടയായി. ऐसे ही वचन में कई सारे भक्त थे जो वो कौन थे वो जानते हुए परमेश्वर के लिए स्थिर रहने लगे। ഇവിടെയും നമുക്കതാണ് കാണുവാൻ കഴിയുന്നത്. ശേരസ് പറയുകയാണ്, അവൻ ഒരു സാക്ഷാൽ ഒരു യഹൂദനെങ്കിൽ നീ അവനെ ജയിക്കുകയില്ല, നീ തോൽക്കുവാനിടയായി തീരും. यहाँ पर भी हम वही देखते, जेरस पत्नी होने वाली जेरस यही कहती है करके अगर वो यहूदी है तुम कभी उस पर जीत नहीं पाओगे। മൊർദെഖായി മഹാനായി തീരുവാനുണ്ടായ ഒന്നാമത്തെ കാരണം അവനൊരു ദൈവ പൈതലാണ്. അതവൻ ഏത് സാഹചര്യത്തിൽ അവൻ ഉയർത്തിപ്പിടിക്കുകയും അവന്റെ ഐഡന്റിറ്റി അവൻ കാത്തു സൂക്ഷിക്കുകയും ചെയ്തു. और यही कारण है मोर्देकाई क्यों महान बन गया, क्योंकि वो परमेश्वर का पुत्र था और अपने आइडेंटिटी को कैसे संभाल कर रखता था। സംഖ്യാപുസ്തകം 23 അധ്യായത്തിന്റെ 9 വാക്യത്തിൽ ആമേൻ ബിലെയാം ഇസ്രായേൽ ജനത്തെക്കുറിച്ച് പറയുന്നതായ ഒരു ഭാഗമുണ്ട്. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. और ऐसी ही गिनती के पुस्तक 23:9 कहता है कि बेलियाम उस प्रजा को देखे कहते करके ये प्रजा को देखो ये अकेले रहते, जातियों के बीच में नहीं रहते। ഹല്ലേലൂയ. ദൈവമക്കളെ കുറിച്ച് എല്ലാ കാലത്തും ദൈവം ആവശ്യപ്പെടുന്നതും പ്രതീക്ഷിക്കുന്നതും അതാണ്. ലോകത്തോട് ഇടകലരാതെ, ജാതികളോട് ഇടകലരാതെ ആമേൻ തനിച്ചു പാർക്കുന്ന ജനമായി ദൈവത്തിന്റെ മുൻപാകെ വിശ്വസ്ത പ്രജയായിരിക്കണം എന്നുള്ളതാണ്. और परमेश्वर की भी यही इच्छा है करके परमेश्वर के सारे बच्चे जो है अकेले रहे और दुनिया के साथ ना मिले और परमेश्वर के कामों को करते रहे। രണ്ടാമത് മൊർദെഖായി മഹാനായി തീരുവാനുണ്ടായ കാരണമെന്ന് പറയുന്നത് അതിന്റെ 3 അധ്യായം 8 വാക്യത്തിൽ നാം നേരത്തെ ശ്രദ്ധിക്കുകയുണ്ടായി, നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. और दूसरी बात लिखी गई है अध्याय 3 उसके 8वें वचन में। ആമേൻ. അവരെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്, ജാതികളുടെ ഇടയിൽ ചിന്നിച്ചിതറിക്കിടക്കുന്ന ഹാമാൻ പറയുന്ന ഒരു കാര്യമാണ്, നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലുമുള്ള ജാതികളുടെ ഇടയിൽ ഒരു ജാതി ചിന്നിച്ചിതറിക്കിടക്കുന്നു, അവരുടെ ന്യായ പ്രമാണങ്ങൾ മറ്റുള്ള സകല ജാതികളുടേതിനോടും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ആമേൻ. അവർ രാജാവിൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കുന്നതുമില്ല എന്നവിടെ കാണുവാൻ കഴിയുന്നു. और वहाँ पर ऐसा लिखा करके एक ऐसी जाति जो तितर बितर होकर रहती है वो राजाओं के न्यायों को भी नहीं जानती और उसका पालन भी नहीं करती। രണ്ടാമത്തെ അവൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ആമേൻ വ്യക്തമായ
ജാതികളിൽ നിന്ന് വ്യത്യസ്തമായൊരു പ്രമാണമുള്ള ഒരു മനുഷ്യനായിരുന്നു ആമേൻ ഈ മൊർദെഖായി. और दूसरी खास बात मोर्देकाई ये थी करके जातियों के बीच में से एक अलग नियम मोर्देकाई के पास था। ആമേൻ ജാതികളുടെ നിയമം പോലെ ആയിരുന്നില്ല, जातियों के नियम के समान नहीं, ജാതികളുടെ ന്യായ പ്രമാണം പോലെ उनके ആയിരുന്നില്ല, न्याय के समान नहीं, വ്യത്യസ്തമായ ഒരു ന്യായ പ്രമാണമുള്ളതായ ജനം. एक अलग ही न्याय था इन लोगों के पास। ജാതികളുടെ ഇടയിലാണ് അവർ പാർക്കുന്നതെങ്കിലും तो फिर भी वो जातियों के बीच में रहते, അവർക്കൊരു പ്രമാണമുണ്ടായിരുന്നു. उनके पास एक न्याय है। ആമേൻ അതവനെ മഹാനാക്കി, ആ പ്രമാണത്തിനു വേണ്ടി നിന്ന മൊർദെഖായി ആമേൻ മഹാനായി തീരുവാനിടയായി. और उस लॉ के लिए अथवा न्याय के लिए जो भी खड़े रहता है वो महान बनते। ആമേൻ ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിൽ അതുകൊണ്ടാണ് അതിൻ്റെ 7-8 വാക്യങ്ങളിൽ ഇങ്ങനെ പറയപ്പെട്ടിരിക്കുന്നത്, നമ്മുടെ ദൈവമായ യഹോവയോട് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും അവൻ നമുക്ക് അടുത്തിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠജാതി ഏതുള്ളൂ. व्यवस्था वर्ण उसके 4 के 7 और 8 में लिखता है करके परमेश्वर के पास जब हम पुकारते हैं तब सुनने वाला ऐसा कोई परमेश्वर कौन है। ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ വയ്ക്കുന്ന ഈ സകല ന്യായ പ്രമാണവും പോലെ ഇത്ര നീതിയുള്ള ചട്ടങ്ങളും വിധികളുമുള്ള ശ്രേഷ്ഠജാതി ഏതുള്ളൂ. जो भी व्यवस्था मैं तुम्हारे सामने रख रहा हूं ऐसा व्यवस्था कौन से और जाति के पास है। ഹല്ലേലൂയ. ഇവിടെ ദൈവജനത്തെ കുറിച്ച്, സാക്ഷാൽ യഹൂദനെ കുറിച്ച്, ദൈവമക്കളെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്. ആമേൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ അടുത്തിരിക്കുന്ന ദൈവത്തെ പോലെ, അല്ലെങ്കിൽ ഇങ്ങനെ ഇത്ര വലിയവനായ ദൈവം ഉള്ള ഒരു ജാതി മറ്റാരുമില്ല. यहाँ पर यहूदी के बारे में ऐसे कहता है कि ऐसा एक परमेश्वर इनके पास है जो पुकारने पर सुनता है, और ये ऐसा परमेश्वर और किसी के पास नहीं। നമ്മുടെ ദൈവം വിളിക്കുമ്പോൾ അടുത്തു വരുന്നവനാണ്. हमारा परमेश्वर ऐसा है जो चिल्लाने पर, पुकारने पर वापस हमारे पास आता है। നമ്മുടെ ദൈവം നമ്മോട് അടുത്തിരിക്കുന്ന और ദൈവമാണ്. परमेश्वर हमारे करीब रहता है, നമ്മുടെ ദൈവം നമ്മുടെ ഇടയിൽ വസിക്കുന്നവനാണ്. परमेश्वर हमारे बीच में वास करता है, ആമേൻ തന്റെ ജനത്തോട് ചേർന്ന് യാത്ര ചെയ്യുന്നവനാണ്. अपनी प्रजा के साथ यात्रा करता है। മാത്രമല്ല അവിടെ പറയുന്ന, അവിടെ പ്രമാണം എന്ന് പറയുന്നത് മറ്റുള്ള ജാതികളുടെ പ്രമാണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായുള്ളതാണ്. और उनका व्यवस्था जो है अन्य जातियों से अलग है, അത് നീതിയുള്ള പ്രമാണങ്ങളാണ്. वो न्याय करने वाला व्यवस्था है। ആമേൻ ആമേൻ നീതിയുള്ള വിധികളും ചട്ടങ്ങളുമാണ് അവിടെ പ്രമാണം എന്ന് നമുക്ക് അവിടെ കാണുവാൻ ये കഴിയും. व्यवस्था जो है एकदम न्याय करने वाला व्यवस्था दिया गया है। ഇത്ര മനോഹരമായ, ഇത്ര ഈടുറ്റ, ഇത്ര വിലയുള്ള ആമേൻ പ്രമാണം ലഭിച്ച മറ്റൊരു ജാതിയുമില്ല എന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായി നമുക്ക് വെളിവാക്കുകയാണ്. और वचन साफ साफ कहता है कि इतना श्रेष्ठ व्यवस्था मिलने वाला, इतने अच्छी व्यवस्था मिलने वाला और कोई जाति नहीं। അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ ദൈവം ആമേൻ നമ്മുടെ ദൈവത്തെ പോലെ അടുത്തിരിക്കുന്ന മഹാനായിരിക്കുന്ന ഒരു ദൈവം വേറെയില്ല. तो सुनने वाले भाई बहनों को एक बार याद रखना है करके हमारे जैसा परमेश्वर जो पास रहता है, सुनता है, ऐसा किसी के पास നമ്മുടെ नहीं। പ്രമാണം പോലെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രമാണം പോലെ നീതിയുള്ള പ്രമാണം ലോകത്തിൽ വേറെയില്ല. ऐसा अच्छा व्यवस्था जो है न्याय करने वाला व्यवस्था दुनिया में और किसी के पास नहीं। ഇവിടെ മൊർദെഖായി താൻ പ്രാപിച്ച പ്രമാണത്തിന് വേണ്ടി വിശ്വസ്തയോടെ നിന്നതുകൊണ്ട് ദൈവം അവനെ മഹാനാക്കി और മാറ്റുവാനിടയായി. जो व्यवस्था मोर्देखाई को मिला उसके सामने विश्वास योग्य के साथ वो खरा निकला था, इसलिए परमेश्वर ने उसको महान किया। അനേക സാഹചര്യങ്ങൾ അനുസരിച്ച് അവിടെ ദൈവത്തെ മാറ്റാറുണ്ട്. और लोग जो है इतिहास के हिसाब से जो है परमेश्वर को बदलते रहते അനേക हैं, സാഹചര്യങ്ങൾ അനുസരിച്ച് അവരുടെ പ്രമാണങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോകാറുണ്ട്. समय के हिसाब से व्यवस्थाओं को बदलते रहते हैं। ആമേൻ താൽക്കാലികമായ നന്മയ്ക്കും നിലനിൽപ്പിനും വേണ്ടി തങ്ങളുടെ പ്രമാണങ്ങൾ വിട്ടുപോകുന്ന അനേകരെ നമുക്ക് കാണുവാൻ കഴിയും. टेम्पररी ब्लेसिंग्स के लिए जो है लोग अपने व्यवस्थाओं को छोड़ देते हैं। ലോകത്തോട് ഇടകലരുന്നവരെ കാണുവാൻ കഴിയും. दुनिया के साथ मिलजुलने वाले कई सारे लोग देख सकते ആമേൻ हैं। പോകുന്ന ഇടത്ത് ആമേൻ പോകുന്ന ദേശക്കാരെ പോലെ ആമേൻ ജീവിക്കുന്നവരെ കാണുവാൻ കഴിയും. जिस देश में जाते उस देश के लोगों के समान रहते हैं। ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ വചനം വ്യക്തമായി എല്ലാ കാലത്തും പഠിപ്പിക്കുന്നു, ഏതൊരു കാലഘട്ടത്തിലും ഏതൊരു സാഹചര്യത്തിലും ജീവിക്കുന്ന ഒരു വ്യക്തി അവൻ ആരാണെന്നുള്ള ബോധ്യത്തോടുകൂടെ അവന്റെ പ്രമാണങ്ങൾക്ക് വേണ്ടി അവൻ ആരാണെന്നുള്ള ബോധ്യത്തോടെ നിൽക്കുവാൻ തയ്യാറായാൽ മാറ്റമില്ലാത്ത ആമേൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായിരിക്കുന്ന ദൈവത്തിന്റെ ആമേൻ ഇടപെടിയിലും അനുഗ്രഹങ്ങളും അവന് തക്ക സമയത്ത് പ്രാപിക്കുവാൻ और കഴിയും. परमेश्वर का वचन एकदम साफ साफ कहता है कि तुम जहां पर भी जाओ, अगर आइडेंटिटी को संभाल के रखे, उस व्यवस्था को संभाल कर उसको पालन करते हो, तो जहां पर भी हो परमेश्वर वहां पर महान करे, तुम्हें आशीष मिलता रहेगा। ഹല്ലേലൂയ. പ്രിയരെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ മേത്രമായ പ്രമാണങ്ങളെ ഓർച്ച് നമുക്ക് സ്തോത്രം ये ചെയ്യുവാനിടയായി. श्रेष्ठ व्यवस्था हम सबको मिला, इसलिए धन्यवाद करते हैं। ആമേൻ. മൂന്നാമത് ആമേൻ മൊർദെഖായിയുടെ ജീവിതത്തിൽ അവനെ മഹാനാക്കി തീർത്ത മറ്റൊരു പ്രത്യേകത 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം और കഴിയുന്നുണ്ട്. तीसरी बात लिखा गया 3रे अध्याय उसके 2रे वचन में, ഞാൻ ആദ്യം ഓർപ്പിച്ച കാര്യം തന്നെയാണ്. ये जो मैंने पहले बताया वैसा ही है। ആമേൻ. ദൈവത്തെക്കാൾ ആമേൻ മനുഷ്യരെക്കാൾ ദൈവത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണമെന്ന് ആമേൻ മൊർദെഖായി അറിഞ്ഞിരുന്നു. അതവൻ പ്രമാണിപ്പാനിടയായി. और मोर्देकाई ने ये सच बात जान लिया था करके इंसानों से ज्यादा जो महिमा जो है परमेश्वर की
करनी चाहिए और मोर्देकाई को पता था ये। അതുകൊണ്ടാണ് ആമേൻ മറ്റു പലരും ഹാമാന്റെ മുൻപിൽ കുമ്പിടുമ്പോൾ അവൻ മനസ്സിലാക്കി ഞാൻ ഒരു യഹൂദനാണ്, ഞാൻ കുമ്പിടേണ്ടത് മനുഷ്യനെ അല്ല ദൈവത്തെ മാത്രമാണ്. और तब उसको पता चला कि हामान के सामने दंडवत करना जरूरत नहीं, वो सिर्फ दंडवत करे तो सिर्फ परमेश्वर का करे। ആമേൻ ദൈവത്തെ മാത്രമേ ആരാധിക്കുവാൻ പാടുള്ളൂ, और सिर्फ परमेश्वर की आराधना करे, ദൈവത്തിന്റെ മുൻപിൽ മാത്രമേ കുമ്പിടുവാൻ सिर्फ പാടുള്ളൂ. परमेश्वर के सामने सर झुकाए। ഇത് മനസ്സിലാക്കിയ മൊർദെഖായി അത് അവന്റെ ജീവൻ പോയാലും ശരി അവൻ അതിനെ സൂക്ഷിക്കുവാൻ തക്കവണ്ണം തയ്യാറായി और ये നിൽക്കുവാനിടയായി. समझने वाला मोर्देकाई ने ये निर्णय लिया कि उसका जीवन भी चले जाए पर ये नियम का पालन करता അതുകൊണ്ട് रहेगा। ദൈവം അവനെ മഹാനാക്കി തീർക്കുവാനിടയായി. इस कारण की वजह से परमेश्वर ने उसको महान ദൈവത്തിന്റെ बनाया। വചനത്തിൽ പറയുന്നു, മനുഷ്യൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കും നല്ലത്. वचन साफ साफ कहता है कि इंसानों पर आसरा करने से अच्छा परमेश्वर पर आसरा करो। അനേകർ ആമേൻ തങ്ങളുടേതായ ദൈവത്തെ ഉപേക്ഷിച്ച് മനുഷ്യരിലേക്ക് ആമേൻ മിസ്രൈമിലേക്ക് ഇസ്രായേൽ മക്കൾ കടന്നു പോകുവാൻ തയ്യാറായതുപോലെ ആമേൻ മാനുഷിക നന്മകൾക്കും നേട്ടങ്ങൾക്കും വേണ്ടി കടന്നു പോകുന്ന ആമേൻ ജനത്തിന് നടുവിൽ ഇതാ ഒരു ഭക്തൻ ആമേൻ തിരിച്ചറിഞ്ഞു, ഞാൻ ജീവിക്കുന്ന ദൈവത്തെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അവന്റെ മുൻപിൽ മാത്രമേ കുമ്പിടുവാൻ പാടുള്ളൂ. अनेक लोग जो है इस्राएल के देश को छोड़कर जो मिस्र के देश में चले गए कुछ आशीष पाने के लिए, पर इन सब के बीच में एक भक्त है जिसको पता चला करके वो सिर्फ इसी परमेश्वर की आराधना उसी की सेवा करेगा। ദൈവത്തിന്റെ മുൻപിൽ കുമ്പിടുവാൻ തയ്യാറാകും, परमेश्वर के सामने अगर दंडवत करने तैयार മനുഷ്യന്റെ हो മുൻപിൽ കുമ്പിടുവാൻ ദൈവം അനുവദിക്കുകയില്ല. तो इंसानों के सामने कभी सर नहीं झुकाना पड़ेगा। ദൈവത്തിന്റെ മുൻപിൽ കരയുന്ന ഒരു വ്യക്തിയെ अगर परमेश्वर के सामने रोते हो മനുഷ്യന്റെ മുൻപിൽ കരയുവാൻ तो कभी അനുവദിക്കുകയില്ല. इंसानों के सामने रोना नहीं पड़ेगा। ഹല്ലേലൂയ. രഹസ്യമായി ദൈവമായി ആമേൻ തങ്ങളുടെ വേദനകളെ പങ്കിടുന്ന ഒരു വ്യക്തിക്ക് പരസ്യമായി ദൈവത്തിന്റെ മാന്യതകളും അനുഗ്രഹങ്ങളും ദൈവം പകർന്നു കൊടുക്കുവാനിടയായി. जो अपने रहस्य जीवन में परमेश्वर के साथ मिल बांट जीते हैं वैसे ही अपने सामूहिक जीवन में परमेश्वर उसको आशीष देता എന്നെ है। കേൾക്കുന്ന പ്രിയരെ, ഒരു പക്ഷേ മറ്റാരും അറിയാതെ നിങ്ങളുടെ വേദനകളും നിങ്ങളുടെ ആവശ്യങ്ങളും ദൈവസന്നിധിയിൽ മുട്ടുമടക്കി നിങ്ങൾ ആമേൻ ദൈവത്തോട് അറിയിക്കുന്നുണ്ടാകാം. വേഗത്തിൽ നിങ്ങൾക്ക് പരസ്യമായൊരു മറുപടി തരുവാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. परमेश्वर के सामने कई लोग रहेंगे सिर्फ परमेश्वर को बताते हुए एकदम घुटने टेक कर प्रार्थना करते हो, परमेश्वर जो है ब्लेसिंग्स देते हो, सबको दिखाते हो ब्लेसिंग्स മൊർദെഖായിയുടെ देगा। ജീവിതത്തിൽ ദൈവം അത് തെളിയിക്കുവാൻ തക്കവണ്ണം और ഇടയായി. मोर्देकाई के जीवन में परमेश्वर ने कर दिखाया। അവൻ ഭക്തനായ മനുഷ്യനായിരിക്കുമ്പോൾ തന്നെ वो एक भक्त होने वाला इंसान था। രാജാവിന് വിരോധമായി വന്നതായ എതിരാളികളെ അവരുടെ ഗൂഢാലോചനകളെ രാജാവിനെ താൻ ധരിപ്പിച്ചു. राजा के विरोध आने वाले उसके जो विरोधी थे उनके बारे में राजा को അവിടെ बताया। വായിക്കുന്നത് രാജാവ് ഒരു പ്രതിഫലവും അന്ന് അവന് കൊടുത്തിരുന്നില്ല. और वहां पर लिखा गया करके राजा ने उसको कोई प्रतिफल नहीं അവൻ दिया। ചില കാര്യങ്ങളിൽ അല്പം വൈകിപ്പോയാലും ഭാരപ്പെടേണ്ടതില്ല. തക്ക സമയത്ത് മാനിക്കുവാൻ Hallelujah. ഉയർത്തുവാൻ ഉള്ളത് കൊണ്ട് ചില കാര്യങ്ങൾ Thank you, ആമേൻ Jesus. നാം പ്രതീക്ഷിക്കുന്ന സമയത്ത് ലഭിച്ചു എന്ന് വരികയില്ല. अगर कोई बातें लेट भी हो जाए चलेगा, पर उसके लिए लेट होने की चिंता लेने की जरूरत नहीं, क्योंकि सही समय पर परमेश्वर देगा। നമ്മൾ നോക്കി അന്ന് ആമേൻ മൊർദെഖായിക്ക് Amen. പ്രതിഫലം Hallelujah. കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് അവന് പ്രതിഫലം ഉണ്ടാകുകയില്ലായിരുന്നു. अगर उस दिन ही मोर्देकाई को कोई प्रतिफल मिलता तो शायद आज उसको नहीं मिलता कुछ। അന്ന് ആമേൻ രാജാവ് അത് കൊടുക്കാതിരുന്നത് കൊണ്ട് ഇന്ന് അവന്റെ ഈ ആപൽഘട്ടത്തിൽ Amen. അവനത് ഉയർച്ചയ്ക്കും വിടുതലിനും കാരണമായി മാറുവാൻ क्योंकि राजा ने उसको उस दिन प्रतिफल नहीं दिया, बल्कि आज जब घटना समय आई है पर राजा ने उसको प्रतिफल दिया ദൈവത്തെ है। വിശ്വസ്തയോടെ സേവിക്കുന്ന ഒരു ദൈവ പൈതലിനെ എപ്പോൾ ഉയർത്തണമെന്ന്, എപ്പോൾ നാം മാനിക്കണമെന്നും, Amen. എപ്പോൾ Hallelujah. അവന് പ്രതിഫലം കൊടുക്കണമെന്നും Thank you, ദൈവത്തിന്റെ പദ്ധതിയിലുണ്ട്. അതനുസരിച്ച് അവൻ ചെയ്യുവാനിടയായി തീരും. अगर परमेश्वर की इज्जत करने वाले, परमेश्वर की महिमा करने जितने भी लोग हैं, परमेश्वर जानता है कब उनको प्रतिफल देना है और परमेश्वर सही समय पर उसको प्रतिफल देगा। ആമേൻ എപ്പോൾ പ്രതിഫലം ലഭിക്കും, എപ്പോൾ നന്മ ലഭിക്കും എന്നുള്ള ചിന്തയിലാകരുത്. നാം വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കൂ. ദൈവത്തിന്റെ സമയത്ത് ദൈവം സകലതും നന്നായി हमें इस ചെയ്യുവാനിടയായി सोच में नहीं रहना है करके मेरा प्रतिफल कब आएगा, पर विश्वास के साथ परमेश्वर की सेवा करते हैं, परमेश्वर अपने समय पर हमें प्रतिफल देगा। ആമേൻ. മൊർദെഖായി സകലത്തിലുപരിയായി ദൈവത്തെ ബഹുമാനിച്ചു, ദൈവത്തെ സ്നേഹിച്ചു. और मोर्देकाई सबसे बढ़कर जब परमेश्वर की महिमा करते रहा, परमेश्वर की सेवा करते അവൻ रहा ദൈവത്തെ ഉയർത്തുവാൻ और वो തയ്യാറായതുകൊണ്ട് परमेश्वर को ऊंचा उठाते रहा, ദൈവം അവനെ ഉയർത്തുവാൻ इसलिए തയ്യാറായി. परमेश्वर ने उसको महिमा दी, उसको ऊंचा उठाया। ആമേൻ. നാലാമതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് അവൻ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ഭക്തനായിരുന്നു. और चौथी बात यह है करके मोर्देकाई जो उपवास करता था और प्रार्थना करता था। ആമേൻ. 4-ാം അധ്യായത്തിൽ നമുക്കത് പഠിക്കുവാൻ തക്കവണ്ണം और കഴിയുന്നുണ്ട്. 4th अध्याय में हम ये देख सकते അവൻ हैं വസ്ത്രം കീറി രട്ടുടുത്ത് വെണ്ണീർ വാരിയിട്ടുകൊണ്ട് പട്ടണത്തിന് നടുവിൽ ചെന്ന് കൈപ്പോടെ അത്യുച്ചത്തിൽ നിലവിളിക്കുകയും ആമേൻ അവനും അവനോട് ചേർന്നവന്റെ ആമേൻ ജാതിയിൽപ്പെട്ട ജനങ്ങളും ദൈവസന്നിധിയിൽ ഉപവസിക്കുവാൻ തക്കവണ്ണം തുടങ്ങി. और वो जो है अपने कपड़ों को फाड़ कर शहर के बीच में जाकर विलाप करता है, उसके साथ जो भी उसके वंश में थे सब एक साथ मिलकर विलाप करते हैं। കാരണം അവർ നേരിടാൻ പോകുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് ഒരു വലിയ ആമേൻ പ്രതിസന്ധിയാണ്. और क्योंकि जो मौसा जो आने वाला अवसर है एकदम कठिन अवसर आने കേവലം वाला है। അവന് മാത്രമല്ല, അവന്റെ കുടുംബം അല്ലെങ്കിൽ അവന്റെ സകല ജാതികളെയും നശിപ്പിക്കുവാൻ തക്കവണ്ണമാണ് രാജാവ് ये നിയമമുണ്ടാക്കിയിരിക്കുന്നത്. कठिनाई सिर्फ मोर्देकाई के लिए बल्कि सारे वंश के लिए आया है। ആമേൻ. ശത്രു
ശത്രുവായ ഹാമാൻ അവർക്ക് വിരോധമായി രാജകീയ കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുകയാണ്. शत्रु होने वाला हामान ने जो है राजा की आज्ञा को पास करवाया है। അതിന്റെ തീയതികൾ നിശ്ചയിച്ചിരിക്കുകയാണ്. उसका डेट भी लिखा गया അതിന്റെ है, സമയം उसका കുറിച്ചിരിക്കുകയാണ്. समय लिखा गया അവരെ है, കൊല്ലേണ്ട വിധങ്ങളെ, അവരെ നശിപ്പിക്കേണ്ട വിധങ്ങളെ കുറിച്ച് സ്ട്രാറ്റജികൾ इन लोगों को ഉണ്ടാക്കിയിരിക്കുകയാണ്. कैसे मारना है, कब मारना है, सारा स्ट्रैटेजी बनाया गया है। ഹല്ലേലൂയ. എന്നാൽ അതിന്റെ നടുവിൽ ആമേൻ ദൈവസന്നിധിയിൽ ആമേൻ. ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും മൊർദെഖായി തയ്യാറായപ്പോൾ ഇതാ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടായി എന്ന് മാത്രമല്ല, അവർക്കെതിരായി നിന്ന ശത്രുവിനെ ആമേൻ സംഹരിച്ചു ഹല്ലേലൂയ. കളയുകയും Thank you, Jesus. ആമേൻ തന്റെ ജനത്തിന്റെ മേൽ ദൈവിക ആമേൻ ജയത്തെ പകരുകയും ചെയ്യുവാനിടയായി. पर इन सब के बीच में जब लोग प्रार्थना करने लगे, उपवास करने पर जो शत्रु उनके लिए तैयार हो रहा था, परमेश्वर उसको नाश कर दिया। ആധാർ മാസം 12 മാസം 13 തീയതിയാണ് അവരെ ആമേൻ കൊന്നുമുടിക്കുവാൻ വേണ്ടി ശത്രു നിയമങ്ങൾ ഉണ്ടാക്കിയത്. यहूदी 12 महीने उसके 13वें दिन में शत्रु ने जो है इनको खत्म करने का प्लान बनाया था। എന്നാൽ അന്ന് അവിടെ ജീവിതത്തിൽ വലിയ വിജയത്തിന്റെ നാളായി മാറുവാൻ पर वही दिन जो है इन सारे लोगों के लिए विजय का दिन അവർ बन गया। നശിക്കുകയല്ല, उनका नाश नहीं हुआ, മറിച്ച് അവർക്ക് വിരോധമായി പദ്ധതികളിട്ട ശത്രു നശിക്കുവാനിടയായി. बल्कि विरोधी होने वाला शैतान जिसने प्लान बनाया था वो नष्ट हो गया। അതിനു മുൻപായി തന്നെ ഈ രേഖകൾ എഴുതിച്ച ഹാമാൻ ആമേൻ ആമേൻ ആർക്ക് വിരോധമായി കഴുകുമരമുണ്ടാക്കിയോ അതേ കഴുകുമരത്തിൽ അവൻ തൂങ്ങുവാനിടയായി. जिसके खिलाफ फांसी का फंदा बनाया गया था, उसी फंदे पर जो है हामान लटक गया। ആരുടെ കുലങ്ങളെ നശിപ്പിക്കുമെന്ന് ആമേൻ ഹാമാൻ വീമ്പിളക്കിയോ ആമേൻ അവന്റെ കുലങ്ങളെ തന്നെ മറിച്ച് നശിപ്പിക്കുവാൻ, അവന്റെ സന്തതികളെ തന്നെ നശിപ്പിക്കുവാൻ ആമേൻ ദൈവം കാര്യങ്ങളെ തിരിച്ചുവിടുവാനിടയായി. जिस वंश और जिस परिवार को नाश करना चाहता, बल्कि वो नाश नहीं हो, बल्कि हामान का वंश और उसका परिवार नाश हो गया। ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ദൈവം ആമേൻ ഇവനെ മഹാനാക്കി മാറ്റിയതിന്റെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് അവന് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു और जैसे വ്യക്തിയാണ്. पहले बताया करके परमेश्वर ने मोर्देखाई को महान बनाया क्योंकि वो प्रार्थना करता और उपवास लेता। എന്നെ കേൾക്കുന്ന പ്രിയരെ, ശത്രു എത്ര ആമേൻ. വലിയ നിയമങ്ങൾ ഹല്ലേലൂയ. നിങ്ങൾക്കെതിരായി ഉണ്ടാക്കിക്കൊള്ളട്ടെ, सुनने वाले भाई बहनों को एक बात जानना है, शत्रु कितना भी बड़ा हो जाए, कितने बड़े नियम അവൻ लेकर आ ഒരുപക്ഷേ जाए, സമയം കുറിച്ചുകൊണ്ട് വലിയ സ്ട്രാറ്റജികൾ തയ്യാറാക്കിക്കൊള്ളട്ടെ, वो अपने प्लान को बनाता हुआ और समय लिखता रहेगा। നിന്നെയും നിന്റെ കുലത്തെയും നശിപ്പിക്കുമെന്ന് അവൻ आज വീമ്പിളക്കിക്കൊള്ളട്ടെ. तेरे और तेरे परिवार का नाश करेगा, ഒരിക്കലും മുന്നോട്ട് വിടുകയില്ല എന്നവൻ വെല്ലുവിളിച്ചു मैं कभी आगे नहीं जाऊंगा, ऐसे चुनौती भी देता रहेगा। വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കുന്ന ഒരു ദൈവപൈതൽ ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഹല്ലേലൂയ. മുട്ടുമടക്കുവാനും തയ്യാറാകുന്നെങ്കിൽ ഹല്ലേലൂയ. ആമേൻ നീ Thank പരാജയപ്പെടുകയല്ല, ആമേൻ നീ ജയിക്കുകയും നിനക്ക് വിരോധമായി ആമേൻ കഴുകുമരം ഉണ്ടാക്കിയവനെ ആമേൻ. അതിൽ ഹല്ലേലൂയ. തൂക്കുവാൻ തക്കവണ്ണം ദൈവം പദ്ധതികളെ തിരിച്ചുവിടുകയും ചെയ്യുവാനിടയായി. विश्वास के साथ परमेश्वर की सेवा करने वालों को कभी डरना नहीं, बल्कि जिसने फांसी का फंदा बनाया उसी के लिए फंदा तैयार भी हो जाएगा। ആമേൻ. ഉപവാസത്തിന് ശക്തിയുണ്ട്, क्योंकि उपवास करने में सामर्थ्य है, പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. प्रार्थना में सामर्थ्य है। ഹല്ലേലൂയ. രാജാവ് ആമേൻ ആമേൻ മൊർദെഖായി മാത്രമല്ല, ഈവൻ എസ്തർ ഹല്ലേലൂയ. രാജ്ഞി മുതൽ തന്റെ ബാല്യക്കാരത്തി മുതൽ ആമേൻ യഹൂദ ആമേൻ ജാതിയിൽപ്പെട്ട സകലരും ഒരുപോലെ ദൈവസന്നിധിയിൽ ഉപവസിച്ചു. ദൈവത്തിന്റെ മഹത്വം അവർക്ക് വേണ്ടി വെളിപ്പെടുവാനിടയായി. सिर्फ मोर्देखाई नहीं बल्कि रानी होने वाली एस्तर और उसके सेवक जितने भी थे सब एक साथ मिलकर उपवास लेने लगे। അവന്റെ ജീവിതത്തിൽ അവനെ മഹാനാക്കി തീർത്തതിന്റെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ആമേൻ ഹാമാൻ ഒരു കാരണമായിരുന്നു. और दूसरा एक बात एक और है करके हामान एक कारण है। നമ്മൾ ഓർക്കും ആമേൻ ഹാമാൻ അവന് വിരോധമായിട്ട് നിയമങ്ങൾ ഉണ്ടാക്കിയതല്ലേ. हामान हम सोचेंगे करके हामान उसका विरोधी था, പക്ഷേ നാം മനസ്സിലാക്കണം, അവൻ അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത് കൊണ്ടാണ് ഹല്ലേലൂയ. ആമേൻ മൊർദെഖായിയുടെ ആമേൻ ആമേൻ പദവിക്ക് മാറ്റങ്ങൾ ഉണ്ടാകുവാനിടയായി. हमें ये बात समझना है करके हामान ने ऐसा एक नियम निकाला, इसलिए मोर्देखाई के पद में डिफरेंस आया, वो അതുകൊണ്ടാണ് बढ़ोतरी हो ദൈവം गई। ആ കാര്യത്തിൽ ഇടപെടുവാനിടയായി. इसलिए परमेश्वर यहाँ पर आते हैं। ഇനി അത് മാത്രമല്ല, നമ്മൾ ശ്രദ്ധിക്കുക, ഹാമാൻ ആമേൻ 50 മുഴം ഉയരമുള്ള ഒരു കഴുകുമരമാണ് മൊർദെഖായിക്ക് വേണ്ടി ഒരുക്കിയത്. और हामान जो एक 50 फीट लंबा होने वाले एक फांसी का फंदा बनाता है, ആമേൻ എത്രയും ഉയരത്തിൽ അവനെ തൂക്കണം. एकदम ऊंचाई पर उसको ആ लटकाना है। സംസ്ഥാനത്തുള്ള അല്ലെങ്കിൽ ആ ദേശക്കാരെല്ലാം അവനെ കാണുവാനിടയായി. देश के रहने वाले सारे प्रजाओं को देखना है। ആമേൻ മൊർദെഖായിക്ക് അങ്ങനെ ശിക്ഷ കൊടുക്കുവാൻ വേണ്ടിയാണ് ഹാമാൻ और തീരുമാനിച്ചത്. हामान ने ऐसी एक शिक्षा देने के लिए तैयार की थी। എന്നാൽ നോക്കൂ, എത്രത്തോളം ഇവനെ അപമാനിക്കുവാൻ, ഉയരത്തിൽ അവനെ ഉയർത്തി അപമാനിക്കുവാൻ ശത്രു പ്ലാൻ ചെയ്തുവോ അത്രയും ഉയരത്തിൽ ആമേൻ ആ ഹാമാനെ ആമേൻ തൂക്കിയെന്ന് മാത്രമല്ല, അതിനേക്കാൾ ഉയരത്തിൽ മൊർദെഖായിയെ ദൈവം മാനിക്കുവാനും ഇടയായി. और जितना शत्रु ने तैयार किया करके इतने लंबे फंदे पर उसको लटकाना है, उस पे हामान ही लटक गया और मोर्देखाई की महिमा जो है उससे भी बढ़कर थी। പ്രിയ ദൈവപൈതലേ, നിനക്കെതിരായി വലിയ കഴുകുമരം ഉണ്ടാക്കുമ്പോൾ ഓർത്തുകൊള്ളണം, നിനക്കുള്ള വിടുതലും വലുതായിരിക്കും. अगर तुम्हारे खिलाफ भी बड़ा सा फंदा बन रहा है तो ये भी जानना है करके जो छुटकारा है उससे भी बड़ा होगा। നിന്നെ എത്രയും ആമേൻ ഉയരത്തിൽ ഉയർത്തി നിന്ദിക്കുവാൻ ശത്രു തയ്യാറാകുന്നു, ഓർത്തുകൊള്ളണം, നീ ആയിരിക്കുക
നിന്ദിക്കുകയില്ല, ശത്രുവായിരിക്കും അത് और നിന്ദിക്കപ്പെടുവാനിടയായി. तुम्हारी लज्जा जितने बड़े स्थान पर लज्जा करने पर तुम नहीं लज्जित हो पाओगे, बल्कि शत्रु वहां पर लज्जित होगा। ഹല്ലേലൂയ. മൊർദെഖായിയെ Amen. Hallelujah. ദേശം Thank you, മുഴുവൻ Jesus. കാണിച്ചവനെ അപമാനിക്കുവാൻ പദ്ധതിയിട്ട കഴുകുമരത്തിൽ ഇതാ ഹാമാൻ ഉയർത്തപ്പെട്ടു, അവന്റെ 10 മക്കളും ഉയർത്തപ്പെട്ടു. ദേശം മുഴുവൻ അത് കാണുവാൻ തക്കവണ്ണം और जिस ഇടയായി. फंदे पर मोर्देकाई को लटकाना था, वहां पर मोर्देकाई नहीं बल्कि हामान और उसके 10 के 10 पीढ़ी भी वहां पर थे। ഒരു ദൈവ പൈതലിനെ ദൈവം മാനിക്കുവാൻ ആഗ്രഹിച്ചാൽ अगर परमेश्वर एक बच्चे का महिमा करना चाहता ദേശം है, മുഴുവൻ അറിയിച്ചവൻ तो वो महिमा जो है മാനിക്കുവാനിടയായി. पूरा देश देखता ഒരു है। ദൈവ പൈതലിന് വിരോധമായി കഴുകുമരം ഉയർത്തുന്നവനെ നിന്ദിക്കുവാൻ ദൈവം ഉദ്ദേശിച്ചാൽ അത് ദേശം മുഴുവൻ ആമേൻ അറിയത്തക്ക നിലയിൽ അവനെ നിന്ദിക്കുവാനിടയായി. अगर परमेश्वर ने किसी के खिलाफ फंदा उठाया है, तो पूरे देश को पता चलेगा एक फांसी का फंदा उठाया है। ഹല്ലേലൂയ. Amen. ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് മാനുഷിക നിഗമനങ്ങൾക്ക് ചിന്തകൾക്ക് അപ്പുറമാണ്. परमेश्वर के कार्य जो है हमारे सोच के बाहर है, इंसानों के सोच के बाहर है। ആമേൻ. ഉപവസിച്ച മൊർദെഖായിക്ക് വേണ്ടി ദൈവം ഇറങ്ങി. उपवास करने वाले मोर्देकाई लिए परमेश्वर निकला है। അവനെതിരായി കടന്നു വന്ന ഹാമാന്റെ പദ്ധതികൾക്ക് വേണ്ടി ദൈവത്തിന്റെ ഇടപെടൽ അവിടെ हामान के ഉണ്ടാകും. प्लान के विरोध जो है परमेश्वर ने अपना काम चलाया। അഞ്ചാമത് നമുക്ക് കാണുവാൻ കഴിയുന്നവൻ അവസരങ്ങളെ തക്കത്തിൽ ഉപയോഗിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. और पांचवी बात यह है करके मोर्देकाई अपने अपॉर्चुनिटीज को कैसे यूज करता 4-ാം था। അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ മൊർദെഖായി എസ്തേറിനോട് അവൻ പറയുന്നൊരു കാര്യമുണ്ട്. നീ ഈ സമയത്ത് മിണ്ടാതെ ഇരുന്നാൽ യഹൂദന്മാർക്ക് മറ്റു സ്ഥലത്ത് രക്ഷയുമുണ്ടാകും, എന്നാൽ നീ നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. ഇങ്ങനെയുള്ള കാലത്തിനായിട്ടല്ലോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്, ആർക്കറിയാം. और 14 वाक्य में उसका 14वां पढ़ेंगे, क्योंकि अगर तुम इस समय चुपचाप रहोगे तो कैसा समय होगा, यहूदियों को कब छुटकारा आएगा, उद्धार कौन देगा, परंतु अपने पिता और के घराने नष्ट हो जाएंगे। ആമേൻ. ഇവിടെ ആമേൻ ആമേൻ മൊർദെഖായി ആമേൻ തക്ക സമയത്ത് ഇടപെടേണ്ട ഇടങ്ങളിൽ ഇടപെട്ട് അറിയിക്കേണ്ട ഇടങ്ങളിൽ അറിയിച്ച് ആ അവസരത്തെ താൻ തക്കത്തിൽ ഉപയോഗിക്കുവാൻ തയ്യാറായി. यहाँ पर मोर्देकाई को देखना है करके जहाँ पर बात करना है वो बात करता है, जो अपॉर्चुनिटी उसको मिलता है उसको यूज भी करता है। എസ്തേർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ അടുത്ത 30 ദിവസത്തേക്ക് രാജസന്നിധിയിൽ ചെല്ലുവാൻ ആർക്കും അനുവാദമില്ല. और एस्तर रानी एक बात कहते हैं, अगले 30 दिन के लिए राजा से कोई नहीं मिल सकता। അനുവാദമില്ലാതെ ചെന്നു കഴിഞ്ഞാൽ അവൻ കൊല്ലപ്പെടുവാനിടയായി. अगर परमिशन के बिना ना जाए तो उसको मारा भी जा सकता ഉടനെ है। ആമേൻ മൊർദെഖായി പറഞ്ഞൊരു കാര്യമാണിത്. तब मोर्देकाई ने ऐसा उत्तर दिया, ആമേൻ. നീ രാജസ്ഥാനത്ത് എത്തി എന്നുള്ളത് കൊണ്ട് നീ രക്ഷപ്പെട്ടു എന്ന് ചിന്തിക്കരുത്. तुम्हें ऐसा नहीं सोचना है कि तुम राजस्थान पर पहुंच गए तो तुम बच നീ ഈ जाओगे, സമയത്ത് മിണ്ടാതെ ഇരിക്കുവാൻ പാടില്ല. तो तुम्हें चुपचाप नहीं बैठना ഇത് है। നിനക്ക് പ്രവർത്തിക്കുവാനുള്ള സമയമാണ്. ये तुम्हारा काम करने का समय ആമേൻ. है, ഇത് നിനക്ക് ഇടപെടുവാനുള്ള സമയമാണ്. ये तुम्हें बीच में आने का समय ഈ है। സമയം നീ തക്കത്തിൽ ഉപയോഗിച്ചില്ലെങ്കിൽ ये समय का अच्छा उपयोग नहीं करोगे तो ആമേൻ, ഒരുപക്ഷേ യഹൂദന്മാരെ ഉദ്ധരിക്കുവാൻ ദൈവം പദ്ധതികൾ ഒരുക്കിയേക്കാം. शायद यहूदियों को बचाने के लिए उद्धार देने परमेश्वर എന്നാൽ ने നീ प्लान നിന്റെ बनाए കുലവും होंगे, നശിച്ചു പോകുവാനിടയായി. पर तुम और तुम्हारा पिता का घराना जो है नष्ट हो ഹല്ലേലൂയ. जाएगा। ദൈവത്തിന്റെ ആമേൻ പ്രവൃത്തിക്ക് വേണ്ടി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക മാത്രമല്ല, ആമേൻ അവസരങ്ങൾ തക്കത്തിൽ കണ്ട് ബുദ്ധിപൂർവ്വം ശ്രദ്ധയോടെ ഉപയോഗിക്കുവാൻ മൊർദെഖായി തയ്യാറായതുകൊണ്ട് ആമേൻ ഇതാ ദൈവത്തിന്റെ മഹത്വമോടെ വെളിപ്പെടുവാനിടയായി. सिर्फ उसके सामने परमेश्वर के सामने प्रार्थना करना, उपवास करना यही नहीं, बल्कि अवसर मिलने पर उसका काम भी करना, एकदम दिमाग लगाकर सोच समझ कर काम भी करता था मोर्देकाई। പ്രിയരെ, അവസരങ്ങൾ നാം നഷ്ടമാക്കരുത്. अपॉर्चुनिटीज को भी नष्ट नहीं करना है, അവസരങ്ങൾ ഉപയോഗിക്കുവാൻ നാം തയ്യാറാകണം. अपॉर्चुनिटीज को यूज करने तैयार होना है। നിശ്ചയമായും ദൈവത്തിന്റെ പ്രവൃത്തി निश्चित तौर से परमेश्वर का कार्य दिखाई देगा। മൊർദെഖായി ഒരു കാവൽ ആമേൻ കാരനായിരുന്ന മനുഷ്യനിതാ രാജസന്നിധിയിൽ മഹാനായി മാറുവാനിടയായി. मोर्देकाई जो सिर्फ फाटक पर बैठता था, वो राजा के संदर्भ में जो कैसे महान बनता है। ആമേൻ. മഹാനായിരുന്ന ഹാമാൻ ആമേൻ ഏതുമില്ലാത്തതായി और മാറുവാനിടയായി. महान होने वाला हामान जो था, उसका और उसका परिवार जो है नष्ट हो जाता है, कुछ नहीं रहता। ആമേൻ. അവൻ മഹാനായത് മാത്രമല്ല, അവനെക്കുറിച്ചുള്ള കീർത്തി സകല സംസ്ഥാനങ്ങളിലും പകരുവാനിടയായി. सिर्फ मोर्देकाई महान ही नहीं बल्कि उसकी बात ही जो है सारे देशों में फैल गई। നാം 10-ാം അധ്യായത്തിൽ വായിച്ചത് എങ്ങനെയാണ്? മൊർദെഖായി അഹശ്വേരോശ് രാജാവിന്റെ രണ്ടാമനായി മാറുവാനിടയായി. और 10वें अध्याय में हमने पढ़ा करके मोर्देकाई जो है राजा के नीचे था, അവൻ യഹൂദന്മാരിൽ വെച്ച് മഹാനായി और മാറുവാനിടയായി. यहूदियों की दृष्टि में वो बड़ा था। അവൻ സകല സഹോദരന്മാർക്കും ഇഷ്ടനായി മാറുവാനിടയായി. सारे भाइयों में उसको प्रसन्न किया അവൻ था, സ്വജനത്തിന് ഗുണകാംക്ഷിയായി क्योंकि മാറുവാനിടയായി. वो अपने लोगों की भलाई അവൻ करता था സർവ്വവംശത്തിനും അനുകൂലവാദിയായി और सारे മാറുവാനിടയായി. लोगों के बीच में वो बड़ा हो गया। ഹല്ലേലൂയ. നോക്കൂ, ഇപ്രകാരമുള്ള ഗുണവിശേഷതകളോടെയാണ് ആമേൻ ഈ പുസ്തകം മൊർദെഖായിയെ കുറിച്ച് പറഞ്ഞ് और അവസാനിപ്പിക്കുന്നത്. ये पुस्तक जो है मोर्देकाई के ऐसे अच्छे गुण बताते हुए खत्म हो जाता है। ആമേൻ. രാജാവിന്റെ ഗുണവിശേഷങ്ങൾ പലതും ഓർപ്പിച്ചിട്ടുണ്ടെങ്കിലും राजा के अच्छे गुण कई सारे लिखे गए हैं। ഈ പുസ്തകം എഴുതി അവസാനിപ്പിക്കുമ്പോൾ ഇതാ ദൈവഭക്തനായ മൊർദെഖായിയെ ആമേൻ. പ്രശംസിച്ചുകൊണ്ടാണ് ഈ പുസ്തകം എഴുതി ये അവസാനിപ്പിക്കുന്നത്. पुस्तक का अंत तब होता है जब मोर्देकाई
मोर्देकाई के बारे में उसकी महिमा करते हुए लिखी गई है। ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയരെ, നിന്നെ കുറിച്ച് ശത്രു ആമേൻ. പലതും പദ്ധതികൾ ഹല്ലേലൂയ. ഇട്ടേക്കാം. എന്നാൽ ദൈവത്തിന്റെ കാര്യപരിപാടിയിൽ നീ ഒതുങ്ങി നിന്ന് കഴിഞ്ഞാൽ, വിശ്വസ്തയോട് അവന്റെ മുൻപിൽ അവന്റെ പ്രവൃത്തിക്കായി കാത്തിരുന്നു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, ശത്രുവിനെ കുറിച്ചല്ല നിന്നെ കുറിച്ച് തന്നെ മറ്റുള്ളവർ അറിയത്തക്ക നിലയിൽ ആമേൻ എഴുതി അവസാനിപ്പിക്കുവാൻ ദൈവത്തിന്റെ ചില പദ്ധതികൾ ഈ കാലങ്ങളിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായി. शत्रु तुम्हारे खिलाफ कितना भी, अगर तुम चुपचाप बैठो और परमेश्वर के कार्य को पूरा होने दोगे तो परमेश्वर शत्रु के बारे में नहीं बल्कि तुम्हारे बारे में प्रशंसा महिमा करते हुए तुम खत्म होता है। ഹല്ലേലൂയ. നിന്റെ തലമുറയെ കുറിച്ച് ശത്രു ഒന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും. अगर तुम्हारे परिवार या फिर तुम्हारे संतति के बारे में शत्रु ने कुछ लिखा होगा, കുടുംബത്തെ കുറിച്ച് ശത്രു എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും. तुम्हारे परिवार के खिलाफ कुछ लिखा होगा, നിന്റെ ഭാവിയെ കുറിച്ച് ശത്രു എന്ന് तुम्हारे എഴുതിയിട്ടുണ്ടായിരിക്കും. भविष्य के खिलाफ शत्रु तैयार होता എന്നാൽ होगा। ദൈവത്തിന്റെ പാദപീഠത്തിൽ കാത്തിരിക്കുവാൻ आमेन, തയ്യാറായ, हालेलुया। अगर परमेश्वर के सामने तुम घुटने टेकोगे, ദൈവകരങ്ങളിലേക്ക് നിന്റെ വിഷയങ്ങളെ കൈമാറുവാൻ अपने विषयों को परमेश्वर के हाथों में सौंपोगे, ഹല്ലേലൂയ, പ്രമാണങ്ങൾക്ക് വേണ്ടി നിൽക്കുവാൻ തയ്യാറായ, अगर व्यवस्था के लिए तुम खड़े रहोगे, ദൈവത്തെ മാനിക്കുവാൻ തയ്യാറായ, अगर परमेश्वर की महिमा करने तैयार होगे, ഉപവസിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ തയ്യാറായ, उपवास और प्रार्थना के लिए तुम तैयार हो रहे ഹല്ലേലൂയ, हो, അവസരങ്ങൾ തക്കത്തിൽ ഉപയോഗിക്കുവാൻ തയ്യാറായ, अवसरों को पूरा उपयोग करने के लिए तैयार हो നിനക്ക് तो വിരോധമായി എഴുതിയ വിരോധരേഖകളെ ആമേൻ, ആമേൻ ഹല്ലേലൂയ. കർത്താവ് മായിച്ചു കളയുമെന്ന് മാത്രമല്ല, നിനക്ക് ആമേൻ. വേണ്ടി ശ്രേഷ്ഠമായതൊന്ന് എഴുതി ചേർക്കുവാൻ ആമേൻ. ദൈവത്തിന്റെ പക്കൽ പദ്ധതികൾ ഒരുക്കുവാൻ तुम्हारे विरुद्ध जो भी ഒരുക്കപ്പെടുവാനിടയായി. लिखा रहेगा परमेश्वर सिर्फ उसको मिठाई नहीं देगा बल्कि परमेश्वर तुम्हें महान भी करेगा और तुम्हारे बारे में जो लिखा है उसको पूरा भी करेगा। ഹല്ലേലൂയ. ആമേൻ, നോക്കണമേ, ഹല്ലേലൂയ. അഹശ്വേരോശ് രാജാവിന്റെ രണ്ടാമനായി അവൻ और ഉയരുവാനിടയായി. श्रेष्ठ राजा के सेकंड इन कमांड बनकर ആമേൻ. महान जो 9-ാം है, അധ്യായം നാം പഠിക്കുകയാണെങ്കിൽ ആ ദേശം മുഴുവൻ യഹൂദ ജനത്തെ കുറിച്ചുള്ള വലിയ ഭയം ആമേൻ ജനത്തിന്റെ നടുവിൽ വീഴുവാനിടയായി. और 9वां अध्याय पूरा अगर पढ़े तो कैसे यहूदा जाति के बारे में डर जो है पूरे देश में फैल गया। ഏത് മാസം അവരെ കൊല്ലുമെന്ന് പദ്ധതിയിട്ടുവോ, जिस महीने उसको मारना था, ഏത് തീയതി അവരെ കൊല്ലുമെന്ന് പദ്ധതിയിട്ടുവോ, जिस दिन में उनको मारना था, ആ ദിവസത്തിൽ അവർ സന്തോഷിച്ച് ആർപ്പിടുവാൻ और തക്കവണ്ണം उसी दिनों में ഇടയായി. उन्होंने विजय पाया और आनंद भी मनाया। ആമേൻ. ഏത് ദിവസം അവരുടെ നടുവിൽ വിലാപം ഉണ്ടാകുമെന്ന് ശത്രു വെല്ലുവിളിച്ചുവോ, जब शत्रु ने कहा कि इस दिन तुम सब विलाप ആ करोगे, ദിവസം അവർക്ക് സന്തോഷത്തിന്റെയും ഉത്സവത്തിന്റെയും നാളായി और മാറുവാനിടയായി. वही विलाप का दिन जो है आनंद का दिन बन गया। ആമേൻ. ഏത് ദിവസത്തിൽ അവിടെ നന്മകളെ അപഹരിക്കുമെന്ന് ശത്രു വെല്ലുവിളിച്ചുവോ, जिस दिन कहा शत्रु ने कहा कि सारे आशीषों को हम ആ लूटेंगे, ദിവസം അവർ സമ്മാനങ്ങൾ പകർന്ന് പകർച്ചകൾ പങ്കിട്ട് സന്തോഷിക്കുവാൻ തക്കവണ്ണം और ഇടയായി. उन्हीं दिन में उनको बहुत सारे आशीष भी मिले और आशीषों बांटने लगे। ഹല്ലേലൂയ. ആമേൻ, ഏത് ദിവസം അവരെ ഹല്ലേലൂയ. മുടിച്ചു കളയുമെന്ന് ആമേൻ എഴുതപ്പെട്ടിരുന്നുവോ, ആ ദിവസം അവർക്ക് വേണ്ടി ദൈവം പുതിയത് ഒന്ന് और എഴുതുവാനിടയായി. जिस दिन कहा कि अगर कि तुम्हें सबका नष्ट कर दिया जाएगा, उसी दिन परमेश्वर ने उन दिन को एक नया दिन दे दिया। മാത്രമല്ല, വിടുതലിന്റെ സന്ദേശം ആ തലമുറയിൽ അവസാനിച്ചില്ല. और ये छुटकारा का संदेश जो है उसी संतान में खत्म ആമേൻ. नहीं हुआ। യഹൂദ ജനത്തിന്റെ ചരിത്രത്തിൽ എഴുതി ചേർക്കുവാൻ ഇടയായി തീർന്നു. പൂരീം എന്ന് പറഞ്ഞാൽ യഹൂദന് കൊടുത്ത രക്ഷയുടെ പ്രഖ്യാപനമായ ഒരു ഉത്സവമായി അവർ ആചരിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. और यहूदा की संतानों के आशीष जो यहाँ पर खत्म नहीं बल्कि एक फेस्टिवल के समान पूरीम नामक जाना भी गया। ഹല്ലേലൂയ. ഇന്നും യഹൂദൻ ആഘോഷിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു വലിയ ഉത്സവമായിട്ട് അതിനെ മാറ്റുവാനിടയായി. आज भी जो है आज भी उसके उत्सव के समान मनाया जाता അതാണ് है। ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് और ये होता है പറയുന്നത്. परमेश्वर का काम। ഹല്ലേലൂയ. ആരെല്ലാം കർത്താവിനെ വിശ്വസ്തയോടെ സേവിക്കുവാൻ തയ്യാറായിട്ടുണ്ടോ, जो भी परमेश्वर की सेवा करता है विश्वास के ആരെല്ലാം साथ, പ്രതിസന്ധികളുടെ നടുവിൽ തളരാതെ ദൈവമുഖത്തേക്ക് നോക്കുവാൻ തയ്യാറായിട്ടുണ്ടോ, सारे प्रतिकूल के बीच में तुम भी परमेश्वर के चेहरे को ആരെല്ലാം देखने तैयार हो रहे ശത്രുവിന്റെ हो तो, വെല്ലുവിളികളുടെ മുൻപിൽ ഇടറിപ്പോകാതെ നിൽക്കുവാൻ തയ്യാറായിട്ടുണ്ടോ, शत्रुओं के चुनौती के सामने अगर तुम भी डगमगाया भी അവരെ नहीं स्थिर रह सकते हो മാനിച്ചുയർത്തിയ तो, ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു. तो उनको मान सम्मान देने वाला और उठाने वाला ഇന്ന് परमेश्वर പകൽക്കാലം आज भी എന്നെ जीवित है। കേൾക്കുന്ന പ്രിയരെ, सुनने वाले सारे भाई നിങ്ങളുടെ बहनों, ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ ഒരുപക്ഷെ നിങ്ങൾ ഭയപ്പെട്ട് നിൽക്കുന്നവരാണോ, तुम्हारे जीवन के कई अवसरों पर तुम भयभीत के साथ खड़े നിങ്ങൾക്ക് हो, വിരോധമായി ശത്രു എഴുതിയ ലേഖകൾ നിങ്ങൾ വായിച്ച് നിരാശപ്പെടുന്നവരാണോ, तुम्हारे विरोध जो भी शत्रु ने लिखा है तुम उसको पढ़ पढ़ कर विलाप നിങ്ങൾക്ക് करते हो, വിരോധമായി ഉയർത്തിയ കഴുകുമരത്തിന്റെ മുൻപിൽ ചുവട്ടിൽ നിന്നുകൊണ്ട് നിങ്ങൾ വിലപിക്കുന്നവരാണോ, और ये फाती का फंदा जो तुम्हारे लिए तैयार है उसके सामने ഹല്ലേലൂയ. नीचे നിങ്ങളെ खड़े होते विलाप करते തകർക്കുമെന്ന് होगे, വെല്ലുവിളിച്ച ദിവസത്തെ നിങ്ങൾ ആമേൻ ആമേൻ ഓർത്തോർത്ത് ഹല്ലേലൂയ. വേദനപ്പെടുന്നവരാണോ, जिस दिन तुम्हारा नाश होने वाला है उस दिन को याद करते हो अगर तुम दुखित रहते हो, ഇന്ന് പകൽക്കാലം അതിനെ മാറ്റി എഴുതുവാൻ ഒരുവൻ ആമേൻ. ശക്തനാണ്. उसको मिटाकर लिखने वाला एक परमेश्वर ഇന്ന് सामर्थ्य പകൽക്കാലം परमेश्वर അതിനെ शक्तिमान തിരുത്തി है। കുറിക്കുവാൻ ഒരുവൻ വിശ്വസ്തനാണ്. उसको मिटाने वाला नया लिखने वाला परमेश्वर ഹല്ലേലൂയ. विश्वास നമ്മുടെ योग्यता है। ദൈവം വിശ്വസ്തനായ हमारा ദൈവമാണ്. परमेश्वर विश्वास के നമ്മുടെ लायक ദൈവം परमेश्वर है। അസാധ്യതകളെ असंभव को സാധ്യമാക്കുന്നവനാണ്. संभव करने ഓ, वाला നമ്മുടെ परमेश्वर ദൈവം है। അത്ഭുതങ്ങളുടെ ദൈവമാണ്. छुटकारा और अद्भुत നമ്മുടെ कार्य करता ദൈവം है। നമ്മെ മാനിക്കുന്ന ദൈവമാണ്. परमेश्वर हमें महिमा നമ്മുടെ देता है, ദൈവം തന്റെ ജനത്തെ ഉയർത്തുന്ന अपनी प्रजा ദൈവമാണ്. को ऊंचाई उठाता है ഹല്ലേലൂയ. परमेश्वर। തലമുറയായി ഓർത്തിരിക്കത്തക്ക നിലയുള്ളതായ ആമേൻ ഓർമ്മ പുസ്തകങ്ങളിൽ ആമേൻ. കുറിക്കത്തക്ക ഹല്ലേലൂയ. നിലയിൽ ആമേൻ നിന്നെ മാനിച്ചുയർത്തുവാൻ ദൈവം വിശ്വസ്തനാണ്. पीढ़ी पीढ़ी तक आशीष मिलने वाला और याद रखने वाला परमेश्वर, ऐसा परमेश्वर विश्वास योग्यता है। ഹല്ലേലൂയ. കാവൽക്കാരനായിരുന്ന ആമേൻ. ആമേൻ മൊർദെഖായി
മഹാനായി തീർന്നു. അവൻ രാജാവിന്റെ രണ്ടാം സ്ഥാനത്തെത്തുവാൻ फाटक पर बैठने वाले मोर्देकाई जो है महान बन गया और राजा के नीचे सेकंड इन कमांड बन गया था. ഹല്ലേലൂയ. Amen. ഇന്ന് പകൽക്കാലം അതെ നമ്മുടെ ദൈവം വലിയ ദൈവമാണ്. हमें ये याद रखने करके हमारा परमेश्वर एक महान परमेश्वर है. നമ്മുടെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് Amen. Hallelujah. പൂർണ്ണ മനസ്സോടെ നമുക്ക് ആശ്രയം വയ്ക്കുവാനിടയായി. परमेश्वर के हाथों में एकदम पूरे दिल से हम आसरा करें. ഹല്ലേലൂയ. Amen. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം Thank ഒരു you, വലിയ Jesus. ആമേൻ ധൈര്യം നമ്മെ एक ഭരിക്കുവാനിടയാകട്ടെ. बड़ा सा धीरज जो है हमारे सारे मनों में आ जाए. ചില ഭീതിയുടെ അനുഭവങ്ങൾ മാറിപ്പോകട്ടെ. हमारे डर के जो भी अनुभव है वो सब हट जाए. ഹല്ലേലൂയ. നമ്മുടെ Amen. ദൈവത്തിന്റെ Hallelujah. Thank you, പദ്ധതികൾ എത്രയോ Jesus. ഉന്നതവും ശ്രേഷ്ഠവും എന്ന് ഒരിക്കൽ കൂടെ ഓർത്ത് സ്തോത്രം परमेश्वर ചെയ്യട്ടെ. के सारे प्लान्स उसके सोच कितने बड़े और कितने श्रेष्ठ है. പ്രിയ ദൈവമേ, നീ ശത്രുവിനെ അല്ല വലുതായി കാണേണ്ടത്. यहाँ पे तुम्हें शत्रु को बड़ा नहीं समझना है. അവൻ ഉയർത്തിയ കഴുകുമരത്തെ അല്ല നീ വലുതായി കാണേണ്ടത്. जो फांसी का फंदा उसने तैयार किया उसको बड़ा അവൻ मत समझो. വിളംബരം ചെയ്യുന്ന ആമേൻ വിളംബരത്തെ അല്ല നീ വലുതായി वो കാണേണ്ടത്. जो बोलता है उसको बड़ा मत समझो. അതിനേക്കാൾ അപ്പുറമായി നിന്നെ വിളിച്ചൊരു ദൈവമുണ്ട്. हालेलुया. उन सब के बढ़कर जो है तुम्हें बुलाने वाले एक परमेश्वर है. വിശ്വസ്തയോടെ സേവിക്കുന്ന ഒരു ദൈവമുണ്ട്. विश्वास के साथ सेवा करने वाले एक परमेश्वर है. രഹസ്യത്തിൽ കരയുന്ന പ്രാർത്ഥിക്കുന്ന ഒരു ദൈവമുണ്ട്. और तेरे सारे रहस्य में तो रोते हैं तो उसको प्रार्थना सुनने वाला परमेश्वर है. ആരാധിക്കുന്ന ഒരു ദൈവമുണ്ട്. सजदा करने वाला एक परमेश्वर है. പ്രമാണങ്ങൾ അവൻ പ്രമാണിക്കുന്ന ഒരു പ്രമാണമുണ്ട്. ये അതിന് व्यवस्था ഉടയവനുണ്ട്. ये न्याय व्यवस्था जहाँ पर है वहाँ पर परमेश्वर भी है. ഹല്ലേലൂയ. ആമേൻ. അവൻ നമ്മെ സഹായിപ്പാൻ और വിശ്വസ്തനാണ്. परमेश्वर हमारे लिए विश्वासियों के साथ मदद करता കാലം है. നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. हम जो है इस परमेश्वर के हाथ में എല്ലാവരും समर्पण करें. ചേർന്നൊരു നിമിഷം പ്രാർത്ഥനയ്ക്കായി सब തയ്യാറാകട്ടെ. लोग मिलकर प्रार्थना करेंगे. നമ്മുടെ തലകളെ ദൈവസന്നിധിയിൽ अपने വണക്കാം. सरों को झुकाएंगे. ഈ വചനത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ये वचनों के लिए धन्यवाद करते हैं. വചനത്തിന് മുൻപിൽ ധൈര്യം പ്രാപിക്കാം. ये वचन से हम धीरज प्राप्त ഒരു करें. പുത്തൻ ധൈര്യത്തോടെ പുത്തൻ കാഴ്ചപ്പാടോടെ एक नया धैर्य और एक नया धीरज और नई दृष्टि के साथ നമുക്ക് ദൈവത്തെ സേവിക്കുവാൻ और തയ്യാറാകട്ടെ. परमेश्वर की सेवा करें. പ്രാർത്ഥിക്കാം. प्रार्थना करें. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, हमारे पवित्र परमेश्वर, അനുഗ്രഹീതമായ നല്ല പകലിനായി ഞങ്ങൾ അങ്ങേ आशीष വാഴ്ത്തുന്നു. भरे सुबह के समय के लिए धन्यवाद करते കാലം हैं. അങ്ങയുടെ വചനത്തിലൂടെ ഞങ്ങൾ ഇടപെട്ടല്ലോ. तेरे वचनों से तूने हम बात किया, धन्यवाद करते ശത്രു हैं. എത്ര ശക്തനാണെങ്കിലും शत्रु कितना भी शक्तिशाली हो, ഞങ്ങളുടെ ദൈവം സർവ്വശക്തനായ पर ദൈവമാണ്. परमेश्वर जो शक्तिशाली है. അവൻ എത്രമാത്രം ഞങ്ങളെ നിന്ദിക്കുവാൻ കഴുകുമരം ഉയർത്തിയാൽ तो शत्रु जो है कितना भी बड़ा फांसी का फंदा तैयार അത്രമാത്രം करे, ഞങ്ങളെ മാനിച്ചുയർത്തുവാൻ ദൈവം उससे भी വിശ്വസ്തനാണ്. बढ़कर परमेश्वर हमारी महिमा करता है. ഞങ്ങൾക്ക് വിരോധമായി ഒരുക്കുന്ന ആയുധങ്ങൾ ഫലിക്കാതെ ദൈവം അതിന്റെ മേൽ ഇടപെടുന്ന ദൈവമാണല്ലോ. हमारे विरोध जो भी हथियार आते हैं वो कभी प्रतिफल नहीं पाते. ഹല്ലേലൂയ. തന്റെ ജനത്തിന് വിരോധമായി ഉയർത്തുന്ന കഴുകുമരത്തിൽ ശത്രു തൂങ്ങുമാർ കാര്യങ്ങളെ തിരിച്ചുവിടുന്ന ദൈവമാണല്ലോ ഞങ്ങളുടെ ദൈവം. और हमारा परमेश्वर ऐसा परमेश्वर जहाँ पर शत्रु ही उस फंदे पर मरता है. ദൈവമേ, ഞങ്ങൾ പ്രമാണങ്ങൾക്ക് വേണ്ടി നിൽക്കുവാൻ परमेश्वर हम उस व्यवस्था के लिए खड़े ഏത് रहे. സാഹചര്യത്തിലും ഞങ്ങൾ ദൈവ പൈതലാണെന്നുള്ള കാഴ്ചപ്പാടോടെ कोई നിലയുറപ്പിക്കുക. भी सिचुएशन जो वहाँ पर हमारे आइडेंटिटी को संभाल कर रखे, ഉപവസിക്കുന്നവരായി പ്രാർത്ഥിക്കുന്നവരായി उपवास और प्रार्थना करने वाले बने, ദൈവത്തെ ബഹുമാനിക്കുന്നവരും ആരാധിക്കുന്നവരുമായിരിക്കും. परमेश्वर की महिमा करे उसकी आराधना करने वाले അവസരങ്ങൾ बने, തക്കത്തിൽ ഉപയോഗിക്കുന്നവരായിരിക്കും. सारे अपॉर्चुनिटीज को सही समय पर यूज करें. ഹല്ലേലൂയ. ദൈവമേ, നീ ഞങ്ങൾക്ക് വീണ്ടും കൃപ തരണമേ ये അപ്പാ. परमेश्वर ऐसी कृपा वापस दे ഇന്ന് हमें. പകൽക്കാലം ആരെങ്കിലും ഭീതിയുടെ താഴ്വരയിൽ കഴിയുന്നു अगर എങ്കിൽ आज जो है कोई भी डर से बैठा है, കർത്താവേ, കരം പിടിച്ച് ഉയർത്തുമാറാകണമേ. परमेश्वर हाथ पकड़ कर उठाएगा. ശത്രു എഴുതിയ വിധികളെ കണ്ട് വേദനിക്കുന്നവരുണ്ടെങ്കിൽ शत्रु ने जो लिखा है अगर उसको पढ़कर तुम डर ഇന്ന് रहे हो तो പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നു. ആമേൻ. ആമേൻ. അവർക്ക് വിരോധമായി എഴുതിയ മേലെഴുത്തുകൾ മാഞ്ഞു പോകട്ടെ. आज जो है यीशु मसीह के नाम से हम ऐसे डिक्लेयर करते जो भी विरोध में लिखा गया वो सब मिट जाए. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം അവർക്ക് വേണ്ടി വെളിപ്പെടുമാറാകട്ടെ. और परमेश्वर की महिमा जो है उन सबको दिखाई दे, തലമുറ प्रकट हो जाए. തലമുറ കൈമാറുവാനും ഓർക്കുവാൻ തക്കതായ കീർത്തി അവർക്ക് വേണ്ടി വെളിപ്പെട്ടു ये വരട്ടെ. आशीष और कीर्ति जो है पीढ़ी पीढ़ी तक वो याद रखे. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. यीशु मसीह के नाम से ऐसा संभव हो. ഇതിന്റെ വചനത്തിന്റെ ശക്തി നിന്റെ ജനത്തിന്റെ മേൽ परमेश्वर तेरे വെളിപ്പെടുമാറാകട്ടെ. वचन का सामर्थ जो है प्रजा को प्रकट ഹല്ലേലൂയ. कर. ഇന്ന് പകൽക്കാലം ഞങ്ങൾ അതിനായി നിന്റെ ജനത്തെ എല്ലാം ഏൽപ്പിക്കുകയാണ്. इसलिए हम सारे लोगों को तेरे हाथों में सौंपते हैं എല്ലാ परमेश्वर. നന്മകളാലും നിന്റെ ജനത്തെ അനുഗ്രഹിക്കണം. सारे आशीषों से भर देना. ഇന്ന് പകൽ ഈ ആരാധനയിൽ പങ്കുചേർന്ന എല്ലാവർക്കുമായി സ്തോത്രം ചെയ്യുന്നു. जो भी आराधना में भाग ले रहे हैं उन सबको याद करते हैं. പലയിടങ്ങളിലായിട്ടായിരുന്നു കൊണ്ട് ഈ ആരാധനയിൽ സംബന്ധിച്ച് എല്ലാവരെയും ദൈവം അനുഗ്രഹിച്ചാണ്. भिन्न भिन्न स्थानों में होकर आराधना में भाग ले, इसलिए നടന്ന सबको എല്ലാ आशीष करे. ശുശ്രൂഷകളെയും ദൈവം ആദരിച്ചതിനാൽ സ്തോത്രം सारे ചെയ്യുന്നു. सेवकाई को तूने आदर दिया, ऐसा പാപവും धन्यवाद करते പരീക്ഷയും हैं. നിറഞ്ഞ ലോകത്തിൽ നിലനിൽപ്പാനുള്ള ദൈവകൃപ ഞങ്ങൾക്ക് തരേണ്ടതിനായി पाप പ്രാർത്ഥിക്കുന്നു. और परीक्षा से भरी हुई इस दुनिया में जो भी कृपा जरूर അങ്ങയുടെ इसका ബലമുള്ള धन्यवाद करते हैं. കരങ്ങളിലേക്ക് ഞങ്ങളെ താഴ്ത്തി तेरे സമർപ്പിക്കുകയാണ്. बलवंत हाथों में समर्पण करते അങ്ങ് हैं ഞങ്ങളുടെ परमेश्वर. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. प्रार्थना सुन ले, इसका धन्यवाद करते हैं യേശുവിൻ परमेश्वर. വിലയേറിയ നാമത്തിൽ തന്നെ यीशु मसीह के श्रेष्ठ नाम से मांगते हैं. ആമേൻ. ആമേൻ. കർത്താവായ ഹല്ലേലൂയ. യേശുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ Amen. സ്നേഹവും Hallelujah. Thank you, പരിശുദ്ധാത്മാവിന്റെ സംസർഗവും Hallelujah. കാവലും Hallelujah. നാം ഏവരോടും Hallelujah. പ്രാർത്ഥിച്ച Thank you, എല്ലാ Jesus. വിഷയങ്ങളോടും Thank you, Jesus. ഭൂലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരോടും Amen. ഇപ്പോഴും
ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. Amen. ആമേൻ. Praise the Lord. Hallelujah. Hallelujah. Amen. Hallelujah. God bless you all. परमेश्वर आप सबको आशीष करे. Praise God.